The sky is full of mysteries with the twinkling stars and beautiful moon. ആകാശം നിറയെ തിളങ്ങുന്ന നക്ഷത്രങ്ങളും മനോഹരമായ ചന്ദ്രനുമാണ്. പക്ഷേ ശാസ്ത്രീയ അന്വേഷണത്തിൽ ആ താരങ്ങൾ തിളങ്ങാത്തവണ്ണം കെട്ടവയാണ്. ആ ചന്ദ്രന് കാണുന്ന മനോഹാരിതയല്ല. അതുകൊണ്ട് കാണുന്നത് വിശ്വസിക്കരുത്, ഉപ്പ് പോലും പഞ്ചസാര പോലെ കാണപ്പെട്ടേക്കാം എന്ന മുഖവുരയോടാണ് ജസ്റ്റിസ് ജെ ഹേമ ആ റിപ്പോർട്ട് തുടങ്ങി വെക്കുന്നത്. ബാക്കി പറയുന്നതൊക്കെയും ഏതെല്ലാം എക്സ്റ്റൻറ്റിൽ ഏതൊക്കെ വൈകൃതങ്ങൾ കൊണ്ട് അഴുകി നാറാമോ അതിനപ്പുറം പുഴുത്തൊരു സംവിധാനമാണ് മലയാള സിനിമ എക്കോസിസ്റ്റം എന്നതാണ്. ആ സിനിമയിലെ എല്ലാ പുരുഷന്മാരെയും അടച്ചാക്ഷേപിക്കേണ്ടതില്ല എന്ന് ജസ്റ്റിസ് ഹേമ എടുത്തു പറയുമ്പോഴും പുറത്തു വന്ന റിപ്പോർട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ സെൻസർ ചെയ്ത രീതിയിലാക്കിയിട്ടാണെങ്കിൽ കൂടിയും നമ്മളൊക്കെ കരുതിയതിൻ്റെ 10 മടങ്ങാണ് അതിൻ്റെ സ്ത്രീവിരുദ്ധത. രാക്കാലങ്ങളിൽ ലഹരി ഉന്മാദത്തിൽ നടിമാർ താമസിക്കുന്ന മുറിയുടെ വാതിലിൽ പോയി ആഞ്ഞുമുട്ടുന്ന ആഭാസന്മാരെക്കുറിച്ച്, സിനിമയിൽ റോൾ നൽകണമെങ്കിൽ പ്രതിഫലം നിന്റെ ശരീരം എന്ന് നാണമില്ലാതെ ആവശ്യപ്പെടുന്ന ഗോവിന്ദച്ചാമിമാരെക്കുറിച്ച്, പരസ്യമായി കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുന്നവരെക്കുറിച്ച്, നല്ല ഭക്ഷണം കൊടുക്കാൻ പോലും പകരം ശരീരം ആവശ്യപ്പെടുന്ന തെമ്മാടിപ്പടയെപ്പറ്റി, സെറ്റിലൊന്ന് മൂത്രമൊഴിക്കാൻ പൊന്തക്കാടുകളും മരത്തിൻ്റെ മറവും തേടിപ്പോകേണ്ടി വരുന്ന നടിമാരെക്കുറിച്ച് 233 പേജുകൾ വായിച്ചാൽ പ്രധാന നടനും പവർ ഗ്രൂപ്പും ചേർന്ന് നിയന്ത്രിക്കുന്ന ആ മുടിഞ്ഞ അധോലോക സാമ്രാജ്യം പൊളിഞ്ഞു വീഴണം എന്ന് ഹൃദയമുള്ള ആരും പ്രാർത്ഥിച്ചു പോകും. ഞെട്ടുന്ന ഈ വിവരങ്ങൾ 4 വർഷം സർക്കാരിന് മേശപ്പുറത്ത് ഒരു നടപടിയുമില്ലാതെ പൂത്തിരുന്നെങ്കിൽ ആ പവർ ഗ്രൂപ്പിന് രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം ഊഹിക്കണം. ഞാനൊന്നും കണ്ടില്ലെന്നും വായിച്ചില്ലെന്നും പറയുന്ന സാംസ്കാരിക മന്ത്രി മണ്ടന്മാരാക്കുന്നത് ആരെയാണ്? വെറുതെ വായ്പേച്ചല്ല, തെളിവ് സഹിതമാണ്, ഓഡിയോ വീഡിയോ ക്ലിപ്പുകൾ സഹിതമാണ്, വാട്സാപ്പ് ചാറ്റുകൾ അടക്കമാണ് ആ റിപ്പോർട്ട്. സ്ത്രീ സംരക്ഷണം പറയുന്ന സർക്കാരിന്, സുപ്രീം കോടതി വിധി പ്രകാരം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ പോലീസ് സംരക്ഷണം നൽകിയ സർക്കാരിന്, നവോത്ഥാന മുതൽ കിട്ടിയ സർക്കാരിന് ഈ സ്ത്രീവിരുദ്ധരായ അക്രമികളായ പ്രാപ്പിടിയൻ ഗുണ്ടാപ്പടയുടെ പേരുകൾ പുറത്തുവിടാൻ, ആ സെക്ഷൽ ഹറാസ്മെന്റുകളിലടക്കം FIR ഇട്ട് നടപടി സ്വീകരിക്കാൻ ധൈര്യമുണ്ടോ ഇടതുപക്ഷമെന്ന് പറയുന്ന സർക്കാരെ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ശ്രീ പ്രകാശ് ബാരെ, സജി നന്ദ്യാട്ട്, അഡ്വക്കേറ്റ് TB മിനി, നടൻ ശ്രീ മഹേഷ്, ശ്രീ ബൈജു കുട്ടറക്കര എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ഭാഗ്യലക്ഷ്മിയിലേക്ക് പോകുന്നു. ശ്രീമതി ഭാഗ്യലക്ഷ്മി, നമ്മൾ നേരത്തെ കേട്ടതാണ്, മലയാള സിനിമയിൽ ഇതുപോലൊക്കെ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. പല കരക്കമ്പികൾ വഴിയും ഊഹാപോഹങ്ങൾ വഴിയും അല്ലെങ്കിൽ നടി ആക്രമിക്കപ്പെട്ട സമയത്തുണ്ടായ അനുഭവ സാക്ഷ്യങ്ങൾ വഴി നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇത് പുറത്തു വരുമ്പോൾ നമ്മളൊക്കെ കരുതി, ഇപ്പോൾ ഒരുപക്ഷെ ഈ മേഖലയെക്കുറിച്ച് അറിയാവുന്നവർക്ക്, അതിനെതിരെ പോരാടുന്ന നടി ഭാഗ്യലക്ഷ്മിയെ പോലെ, ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പോലെ ഉള്ളവർക്ക് ഇതൊരു പക്ഷേ ഒരു വലിയ അനുഭവം, ഒരു വലിയ തിരിച്ചറിവായില്ലായിരിക്കാം. പക്ഷെ പൊതുസമൂഹത്തിന് ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒരു മേഖലയിലും ഉണ്ടാകാത്ത വണ്ണം അഴുകിപ്പുഴുത്ത, ഏതളവിൽ പോകാമോ ആ അളവിൽ നശിച്ചുപോയ, നാറാണക്കല്ല് പിടിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലല്ലേ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴുള്ള ആദ്യ പ്രതികരണം എന്താണ് ഭാഗ്യലക്ഷ്മി? പ്രതീക്ഷ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് മാത്രം ഇവിടെ നമുക്കൊരു മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങളും ആ നിയമം സിനിമാ മേഖല എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിലുമാണ് പ്രതീക്ഷ. കാരണം ഇപ്പം സർക്കാർ എന്തായാലും ഒരു നിയമനിർമ്മാണം കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നിയമനിർമ്മാണത്തിൽ പരാതികളുള്ളവർ പരാതികളുമായി വന്നാൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം പരാതികൾ ഉണ്ടാകുമോ എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആശങ്ക. കാരണം ഈ 2024 സ്ത്രീകൾ പറയുന്നത് ഭയമാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും. എന്ത് സംഭവിക്കാനാ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? അവരെന്താ കൊല്ലുവോ? അങ്ങനെയൊന്നും സിനിമയിൽ ഇന്ന് വരെ ഒരു ബലാത്സംഗമോ അല്ലെങ്കിൽ വാതിൽ ചവിട്ടി പൊളിച്ച് ഒരു പെണ്ണിനെ അങ്ങ് ഉപദ്രവിക്കുന്ന, ഇതൊക്കെ ഒരു ഹോട്ടലിലല്ലേ ഇത് നടക്കുന്നത്? ഇന്നത്തെ കാലത്ത് നമുക്കിപ്പം മൊബൈൽ എന്ന് പറയുന്ന ഒരു സംഭവം കയ്യിൽ വന്നിട്ട് എത്ര നാളായി? ഞാൻ നോക്കിയിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ പോലും വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൊബൈലുണ്ട്. അത് വെച്ച് അവർക്ക് സ്വയം ചെറുത്ത് നിൽക്കാൻ ഈ 2024 സാധിക്കുന്നില്ലെങ്കിൽ, മന്ത്രി പറഞ്ഞതുപോലെ ഒരു പരാതി കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ, പരാതി കിട്ടിയാലല്ലേ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു അവയർനെസ് സിനിമയ്ക്കുള്ളിലെ സ്ത്രീകൾക്ക് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ഇപ്പം ഒരുവിധം വിദ്യാഭ്യാസപരമായി കുറച്ച് മുകൾ തട്ടിൽ നിൽക്കുന്നവരോടൊന്നും ഇത്തരത്തിൽ പെരുമാറ്റം ഇല്ല എന്ന് ഞാൻ കുറച്ചു മുമ്പേ ഒരു മാധ്യമത്തിനോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും. എപ്പോഴും വേറെ നിവൃത്തികേട് കൊണ്ട് ഈ രംഗത്ത് വന്നവരൊക്കെ ഉണ്ടാകും.
അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇനി ഇത് എനിക്ക് ഈ തൊഴിൽ നിഷേധിക്കപ്പെടുമോ എന്നൊരു ഭയം, എന്നെ മാറ്റി നിർത്തുമോ എന്നൊരു ഭയം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷെ മാറ്റി നിർത്തുന്നെങ്കിലും സാരമില്ല, എൻ്റെ ആത്മാഭിമാനം ഞാൻ ആരുടെ മുമ്പിലും പണയം വെക്കില്ല എന്നൊരു തീരുമാനം എടുക്കണം. എല്ലാ സിനിമയിലുള്ള എല്ലാവരും ഇങ്ങനെ ഉള്ള ആൾക്കാരൊന്നും അല്ല. ഒരു വിഭാഗം, വളരെ കുറച്ചൊരു വിഭാഗമാണ് ഈ വൃത്തികേടുകൾ മുഴുവനും കാണിക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്ന ഈ നെഗറ്റീവ് വേഗം സ്പ്രെഡ് ചെയ്യുമല്ലോ. അപ്പം ഇത്തരത്തിൽ മോശമായി പെരുമാറുന്നവരിൽ നിന്ന് അപ്പോൾ തന്നെ ഗുഡ് ബൈ പറഞ്ഞങ്ങ് ഇറങ്ങിപ്പോകണം. റൂം വാതിൽ തട്ടുന്നുണ്ട് എങ്കിൽ അവർ തട്ടിപ്പൊളിക്കട്ടെ, മൊബൈൽ റെഡിയാക്കി വെക്കൂ, ഷൂട്ട് ചെയ്ത് വെക്കൂ, ലൈവ് ഇടൂ. എല്ലാവർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ, എല്ലാവർക്കും ഫേസ്ബുക്ക് ഉണ്ട് അല്ലേ? അപ്പോൾ പിന്നെ അവിടെ വെച്ച് തന്നെ അപ്പം തന്നെ പോലീസിനെ വിളിക്കൂ, ഞങ്ങളുടെ മുറി ഇതാ പിന്നെ ചവിട്ടി പൊളിക്കുന്ന രീതി, എന്തൊക്കെ വഴികളുണ്ട്. പക്ഷെ ഒന്നും ആരും ചെയ്യുന്നില്ല. എല്ലാവർക്കും ഭയം ഭയം ഭയം. ഈ ഭയമല്ലേ നമ്മളെ ഇത്രയധികം പ്രശ്നത്തിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. പിന്നെ ഇൻഡസ്ട്രി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് സമൂഹത്തിന് മുൻപിൽ നമ്മൾ വല്ലാതെ നാണം കെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആ നാണക്കേട് മാറണമെങ്കിൽ മലയാള സിനിമയിലെ സംഘടനകളെല്ലാം തന്നെ ഇത് വളരെ ഗൗരവമായി എടുക്കുകയും ഇതിലുള്ള ഓരോരുത്തർക്കും ബോധവൽക്കരണം നടത്തുകയും കൂടി വേണം. നിങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെയാണ് അത് പ്രതികരിക്കേണ്ടത്? പിന്നെ മറ്റൊന്ന്, ഇതിനൊക്കെ ഇങ്ങനെ നമ്മൾക്ക് പറഞ്ഞു, മറ്റൊന്ന് പലതരത്തിലുള്ള വിവേചനങ്ങൾ, സാമ്പത്തിക വിവേചനം, ഭക്ഷണത്തിലുള്ള വിവേചനം, അവരുടെ യാത്രാ സൗകര്യങ്ങൾ കൊടുക്കുന്നതിലുള്ള വിവേചനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനൊക്കെ നമ്മൾ ശബ്ദമുയർത്തണം. സിനിമയിൽ എപ്പോഴെങ്കിലും ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടോ? ആരെങ്കിലും ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? ചെയ്യില്ല. പോരാടാൻ ഇറങ്ങിയല്ലാതെ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. അല്ല ശരി, ആ പ്രതിഷേധത്തിനുള്ള, ആ പ്രൊട്ടസ്റ്റിനുള്ള ഒരു ധൈര്യം, ഒരു ഊർജ്ജം ഇത് പകരുമ്പോൾ അത്രത്തോളം നല്ലത്. എന്ന് പറഞ്ഞാൽ റോള് വേണമെങ്കിൽ കൂടെ കിടക്കണം എന്നാവശ്യപ്പെടുന്ന റോള് നിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനും അടിച്ച് ചെവിക്കല്ല് പറിക്കാനും ഉള്ള ധൈര്യം ഈ റിപ്പോർട്ട് നൽകുമെങ്കിൽ അത്രത്തോളം നല്ലത്. ശ്രീ ബൈജു കൊട്ടാരക്കരയിലേക്ക് പോകുന്നു. ബൈജു കൊട്ടാരക്കര, ഇവിടെ പേജ് 136 269 പാരഗ്രാഫ് പറഞ്ഞു, ഇറ്റ് ഹാസ് കം ഔട്ട് ഇൻ എവിഡൻസ് ദാറ്റ് എ വെരി ഫേമസ് ആക്ടർ referred to the power group in Malayalam film industry, Mafia Sangam, as they can do anything that they wish in Malayalam industry. They said artists used to openly state his opinion about whatever he did not like in the industry, but a few persons did not like this frankness. Against such individuals, the actor had reacted strongly, and even though he is one of the best actors in the industry, about who has ability for acting is undisputable, he could be kept away from the industry when the 10 to 15 joined hands to ban him from cinema. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇവിടെ ഏതോ ഒരു പ്രധാന നടന്റെ നേതൃത്വത്തിൽ ഒരു പവർ ഗ്രൂപ്പ് ഇതിനെ നിയന്ത്രിക്കുകയാണെന്ന് പറയുകയാണ്. ഈ പവർ ഗ്രൂപ്പ് ഈ പറയുന്ന തെമ്മാടിത്തരങ്ങൾക്ക്, ഈ പറയുന്ന ഗുണ്ടായുസത്തിന് നഗ്നമായി പച്ചക്കൊടി കാണിക്കുകയാണെന്ന് പറയുകയാണ്. സാധാരണഗതിയിൽ ഈ സിനിമാ മേഖലയിലെ സിനിമാ സംഘടനകൾ ഏത് തൊഴിൽ സാഹചര്യത്തിലും സംഘടനകൾ ചെയ്യേണ്ടത് എന്താണ്? ആ മേഖലയിൽപ്പെട്ട അവരുടെ കീഴിൽ വരുന്ന ആൾക്കാരുടെ ക്ഷേമം നോക്കലാണ്. ഇത് ക്ഷേമം നോക്കലല്ല, ഈ പ്രാപ്രിയൻ സംഘത്തിന് എറിഞ്ഞു കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എന്തൊരു നാണക്കേടാണ് ഈ വ്യവസ്ഥയ്ക്ക് ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന ഈ ദിവസം ഉണ്ടാവുന്നത്. ശ്രീ ബൈജു കൊട്ടാരക്കര. ആഷ്മി, ആ ഹേമ കമ്മിറ്റി പറഞ്ഞ റിപ്പോർട്ട് ഇന്ന് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ 2 ദിവസം മുമ്പുള്ള ഒരു ചർച്ചയിൽ ഞാൻ വളരെ വ്യക്തമായ ഒരു കാര്യം ഹാഷ്മിയോട് പറഞ്ഞിരുന്നു. ഹാഷ്മി ഓർമ്മ കാണുമായിരിക്കും, നമ്മുടെ സ്റ്റുഡിയോയിൽ ചിലപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്ങും കാണുമായിരിക്കും. 15 പേരടങ്ങുന്ന ഒരു മാഫിയ സംഘം മലയാള സിനിമയെ വേട്ടയാടുന്നു. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. മലയാള സിനിമയിൽ ഇവര് നിർമ്മാതാക്കൾ, സംവിധായകർ, ആർട്ടിസ്റ്റ്, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, വിതരണക്കാർ, തിയേറ്ററിന് ചില ഉടമകൾ, ഇത്രയും ആളുകൾ ചേർന്ന ഒരു ഗുണ്ട ഗ്രൂപ്പ്. ആ ഗ്രൂപ്പാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിനെ അവസാനം ഈ ഹേമ കമ്മിറ്റി കണ്ടെത്തിയപ്പോഴാണ് ഇപ്പോൾ ജനം അറിയുന്നത്. അന്ന് മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്ന് എടുത്തു നോക്കിയേ. അതിനകത്ത് വളരെ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു, 15 പേരടങ്ങിയിരുന്ന ഒരു മാഫിയ സംഘം മലയാള സിനിമയിൽ പിടിമുറുക്കിയിരിക്കുന്നു. ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി ഒരു കാര്യം പറഞ്ഞു, പെൺകുട്ടികൾ അവിടെ കിടന്നുറങ്ങുമ്പോൾ കഥകിൽ പോയി കൊട്ടുന്ന സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെടുന്നില്ല എന്ന് ഞാൻ ചോദിക്കട്ടെ. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഒരു സിനിമയിൽ വരുന്ന പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവരൊരു പാഷൻ കൊണ്ടാണ് വരുന്നത്. അവർ വന്ന് 1-2 ദിവസം ഈ സിനിമയിൽ അഭിനയിച്ച് കഴിയുമ്പോൾ അവർ പാതിരാത്രി കിടന്നുറങ്ങുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ ആ കഥയിൽ പോയി മുട്ടുന്നതും, നീ ഇറങ്ങി വന്നില്ലെങ്കിൽ, എൻ്റെ കൂടെ കിടന്നില്ലെങ്കിൽ
നിന്നെ ഞാൻ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി വരുമെന്ന് അല്ല ബൈജു പറയുമ്പോൾ കൊട്ടേര നോക്കൂ, ഇത് അവര് ഇത് കഥവിൽ പോയി മുട്ടുന്ന അവരുടെ മാനം ഇത് കാക്കാൻ ഇത് വേണ്ടി അവരെ ഇത് ഇത് എന്ത് ഇത് എല്ലാ ചെയ്യണം? ഏജ് ഗ്രൂപ്പിലുമുള്ളവർ കാണുന്ന ചർച്ചയാണെന്ന് അറിയാം. പക്ഷേ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശ്രീ ബൈജു കൊട്ടരക്കര, ഇത് കഥവിൽ പോയി മുട്ടല്ല, അകത്ത് കിടക്കുന്നവർ ഭയക്കുകയാണ്. ഈ പറയുന്ന എന്താണ് രാത്രികാലങ്ങളിൽ ലഹരി മോന്തി സിരകളിൽ കാമം ചുരമാന്തി വന്ന് കഥവിൽ മുട്ടുന്നവർ കഥവ് പൊളിച്ചകത്തേക്കോ ഒന്ന് ഉപദ്രവിക്കോ എന്ന് പേടിക്കാൻ അകത്ത് കിടക്കുന്നവർ. ചേട്ടാ, ഇത് ഏത് ലോകമാണ് ബൈജു കൊട്ടരക്കര? ഇത് ഏത് കാലമാണ്, ഏത് ലോകമാണ്? അത് തന്നെയാണ് ആഷ്മി ഞാൻ പറഞ്ഞത്. ആഷ്മി, അതാണ് ഇന്ന് ആഷ്മി അതിനകത്ത് വേറെ ഒരു കാര്യമുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു നടന്റെ ഒരു അഭിമുഖം എടുത്തിരുന്നു, എല്ലാ ചാനലുകളിലും കാണിക്കുന്നുണ്ട്, ഈ 24-ലും കാണിച്ചിരുന്നു. അയാള് ഒരുമാതിരി അടിച്ച് ലെവലായി നിൽക്കുന്ന പോലാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പറയണേ, ഞാൻ ഇരയുടെ കൂടെ ഉണ്ട്, മറ്റേ പിന്നെ എന്താണ് പ്രതിയുടെ കൂടെയുണ്ട്, ആര് ചെയ്താലും ഉണ്ട്, ഇരയുടെ കൂടെ ഞാൻ ഉണ്ടെന്നാണ് ആ നടൻ പറഞ്ഞത്. മലയാളത്തിൽ എല്ലാവരും എടുത്തു പൊക്കിക്കൊണ്ട് നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വരുന്ന ഒരു നടൻ, അയാൾ പറഞ്ഞത് അങ്ങനെയാണ്. പിന്നീട് ഒരു കാര്യം പറഞ്ഞു, മലയാള സിനിമയിൽ ഒരു നടനാണ് മാക്ട തകർത്തതെന്ന് പറഞ്ഞു. മറ്റാരുമല്ല, ദിലീപാണ് തകർത്തത്. ഞങ്ങളത് 100 തവണ പറഞ്ഞിട്ടുണ്ട്. വിനയനും ഞാനും തിലകൻ ചേട്ടനും ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ 10, 12, 13 വർഷത്തോളം ഒരു സിനിമ പോലും ചെയ്യാതാക്കിയത് ഈ കാബാലികന്മാരുടെ ഗ്രൂപ്പാണ്. എനിക്കറിയാം, ഓരോ ദിവസവും അവിടെ എറണാകുളത്ത് സരോവരം ഹോട്ടലിൽ ഒരു മീറ്റിംഗ് കൂടിയിട്ട് അന്ന് ആരൊക്കെ സിനിമയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ മേലാളന്മാർക്കെതിരെ സംസാരിച്ചോ അവരെ മുഴുവൻ അടച്ചാക്ഷേപിച്ചു. ഇപ്പൊ ഹേമ കമ്മിറ്റിയിൽ പറയുന്നു സീരിയലിൽ പോലും പോകാൻ നിവൃത്തിയില്ല. അതാണ് സീരിയൽ ചെല്ലുമ്പോൾ എന്താണ്, ആത്മയുടെ തലവൻ ഒരു നടനാണ്, അവിടെയും രക്ഷയില്ല. അപ്പൊ സിനിമയിലും രക്ഷയില്ല, സീരിയലിലും രക്ഷയില്ല. അപ്പൊ ഈ മലയാള സിനിമ ഭരിക്കുന്നതാരാ? 15 പേരടങ്ങുന്ന ഒരു മാഫിയ സംഘം. ഈ സംഘമാണ് ഇതിലെ കള്ളപ്പണം കൊണ്ടുവരുന്നതിനാണെങ്കിലും ഇവിടെ ഹവാല ഇടപാട് നടത്തുന്നതിനാണെങ്കിലും പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നതിനാണെങ്കിലും പാതിരാത്രിയിൽ കതകിന് പോയി തട്ടുന്നതിനാണെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഈ പെൺകുട്ടികളെ പിന്നെ ഉപയോഗിക്കാനാണെങ്കിലും. അതിനകത്ത് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, നടി ആക്രമിക്കപ്പെടുന്ന സംഭവത്തിന് മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരി, ഞാൻ എത്താൻ പോയി. സജി എന്തായാലും പോകുന്നു. സജി, താങ്കൾ നമ്മൾ മിനിഞ്ഞാന്ന് ചർച്ചയ്ക്കിരിക്കുമ്പോൾ സജി പറയുകയായിരുന്നു, ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഇതിലെ എന്താണ് ലൈംഗിക പരാമർശങ്ങൾ എടുത്ത് മാധ്യമങ്ങൾക്ക് ആഘോഷമാക്കാനാണെന്ന് പറയുകയായിരുന്നു. ഈ പറയപ്പെടുന്ന പ്രധാന പരാമർശങ്ങൾക്ക് ഒഴിവാക്കി വന്ന റിപ്പോർട്ട് കണ്ടാൽ തന്നെ സഹിക്കുന്നില്ല. അപ്പൊ അതുകൂടി വന്നിരുന്നെങ്കിൽ മലയാള സിനിമ ഈ ദിവസം എന്താണ് ആ എക്കോസിസ്റ്റം ഇന്ന് കത്തയുടെ ദിവസമാണ് ഈ ദിവസം. എന്തുകൊണ്ടാണ് ഈ നടന്മാരുടെ പേര് പുറത്തു വരാൻ പ്രശ്നം എന്താണ്? ഇവിടെ കേരളത്തിൽ ഒട്ടനവധി കമ്മിറ്റി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കുറ്റാരോപിതരൊക്കെ പേര് വന്നിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഇല്ലാത്ത ഒരു ഇമ്മ്യൂണിറ്റി ഈ തെമ്മാടി നടന്മാർക്ക് വേണോ? ആ പേരുകൾ പുറത്തേക്ക് വരണ്ടേ സജി? അല്ല ആഷ്മി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയ്ക്ക് മുഖത്ത് ഏറ്റ ഏറ്റവും വലിയ പ്രഹരമാണ്. ഇത് പൊതുസമൂഹം ഇന്ന് 2:30-ക്ക് കമ്മീഷൻ ഈ റിപ്പോർട്ട് പുറത്തു വിട്ടപ്പോൾ മുതൽ പൊതുസമൂഹം ഈ റിപ്പോർട്ട് കേൾക്കുമ്പോൾ, അതിലെ കാര്യങ്ങൾ പരാമർശങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും വളരെ വേദനയോടെയാണ് ഈ സിനിമാ ലോകത്തെ കാണുന്നത്. പക്ഷേ പെൺകുട്ടികൾ, വനിതകൾ ഏത് മേഖലകളിൽ, അത് സിനിമാ മേഖലയല്ല, സമൂഹത്തിന് നാനാ മേഖലകളിലും പ്രവർത്തിക്കുമ്പോൾ അവരുടെ ഇടങ്ങൾ സുരക്ഷിതമായിരിക്കണം. അവരൊരു തരത്തിലുമുള്ള ചൂഷണത്തിന് വിധേയമാകാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ 101% ഉറപ്പ്. മലയാള സിനിമയെ മൊത്തത്തിൽ സിനിമയിലുള്ളവരെല്ലാം ഇത്തരക്കാരാണ് എന്ന് പറഞ്ഞ് സാമാന്യവൽക്കരിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം എല്ലാ മേഖലകളിലും പുഴുക്കുത്തുകളുണ്ട്. നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തും പോലീസ് സ്റ്റേഷനുണ്ട്, മുക്കിന് താലൂക്ക് അടിസ്ഥാനത്തിൽ കോടതികളുണ്ട്. എന്നിട്ടും ഇവിടെ കുറ്റകൃത്യം നടക്കുന്നില്ലേ? കുറ്റകൃത്യം നടക്കുന്നുണ്ട്. അതുപോലെയാണ് കുറ്റകൃത്യം. ആൾക്കാർ പ്രവർത്തിക്കുന്ന മേഖലകൾ സാർ എല്ലാ മേഖലയിലും ഉണ്ട്. ഈ പറഞ്ഞ സെക്ഷൽ ഹറാസ്മെന്റ് എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷെ ഇത്ര സംഘടിതമായി, ഇത്ര വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന മറ്റൊരു നാണംകെട്ട മേഖലയുണ്ടോ? സജി എന്താട്ടി ഇപ്പൊ ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നുണ്ട്. ഇല്ലല്ല, ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നു ഇതിലെ എല്ലാ പുരുഷന്മാരും പ്രശ്നക്കാരല്ല എന്ന് പറയുകയാണ്. ഇവിടെ സജി എന്തായിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ പ്രശ്നം അത് മാത്രമാണോ എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. ജസ്റ്റിസ് ഹേമ പറയുന്നു ദ മേജർ ഇഷ്യൂ വിച്ച് വിമൻ ഫേസ്ഡ് ഇൻ ഫിലിം ഇൻഡസ്ട്രി ഈസ് സെക്ഷൽ ഹറാസ്മെന്റ്. അത് കഴിഞ്ഞേ ഉള്ളൂ വേതന പ്രശ്നം, അത് കഴിഞ്ഞേ ഉള്ളൂ ടോയ്ലറ്റ് ഇല്ലാത്ത പ്രശ്നം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഈ പറയുന്ന ശരീരം കൊതിച്ചു നിൽക്കുന്ന ആക്രമിക്കാൻ വരുന്ന തെമ്മാടി പട തന്നെയാണ് എന്ന് ജസ്റ്റിസ് ഹേമ പറയുകയാണ്. സജി, റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് ആർക്കത്ര നിർബന്ധമാണ് ചോദിച്ചത്. ആ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ആർക്കാ നിർബന്ധം മനസ്സിലാവുന്നുണ്ട്. സജി നന്ദിയാട്ടെ, ആ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ആർക്കായിരുന്നു ഇത്ര നിർബന്ധം എന്ന് വ്യക്തമാകുന്നുണ്ട്. എന്തോ എങ്കിൽ പറയൂ, വാഷ്മി പറയൂ, ആരാണ് പറയൂ എന്ന് പറഞ്ഞാൽ ഈ പവർ ഗ്രൂപ്പാണ്, ഈ നടന്മാരാണ്. പറയൂ.
ഈ പവർ ഗ്രൂപ്പാണെന്നേ, ഈ 15 അംഗ പവർ ഗ്രൂപ്പാണ്, ഈ പ്രധാനപ്പെട്ട നടന്മാരാണ്, ഈ ഉപദ്രവത്തിന് കൂട്ടുനിൽക്കുന്നവരാണ്, ഈ പെർവേർട്ടുകളാണ്, ഈ പെർവേർട്ടുകളാണ് പുറത്തേക്ക് വരാതിരിക്കാൻ എന്താണ് അണിയറയിൽ കരുക്കൾ നീക്കിയത്. നമ്മൾ എന്തിനു മറച്ചു വെക്കണം? ആ നടന്മാരുടെ പേര് പറയാത്തത് എന്താണ്? എന്റെ ചോദ്യം തന്നെയാണ്. എല്ലാവരും സംശയത്തിൽ നിർത്താൻ പാടില്ല. എല്ലാവരെയും മഴയത്ത് നിർത്താതെ മലയാള സിനിമയിലെ എല്ലാ ആൾക്കാരും ഇപ്പോൾ ഇന്ന് എന്താണ് സംശയത്തിന് നിഴലിലാണ്. വ്യക്തമായി ആൾക്കാരെ പറയണമെന്നുള്ള അപ്പൊ സജി നന്ദിയാട്ടെ, ഇവിടെ ഞാൻ നേരത്തെ ആദ്യം ചോദിച്ചതുപോലെ കേരളത്തിൽ ഇതുവരെ പുറത്തു വന്ന കമ്മീഷൻ റിപ്പോർട്ടുകളിൽ, കമ്മിറ്റി റിപ്പോർട്ടുകളിൽ ആരോപണ വിധേയരുടെ പേരുകൾ പുറത്തു വരാൻ ഒരു തടസ്സവും നിയമപരമായി അല്ലാതെ ഇല്ലാതിരിക്കെ ഇത്തരക്കാർക്ക് ഇത്തരത്തിൽ എന്താണ് ബാലത അല്ലെങ്കിൽ എന്താണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും ഒരു കരുണയുടെ ദയ കാണിക്കാത്തവർക്ക് ഈ എന്താണ് അഭിനേതാവ് എന്ന മേലങ്കി കാണിച്ച് പുറത്ത് മാന്യന്മാരെ വിലസുന്നവരുടെ മുഖം മൂടി ചീന്തി അവരുടെ പേരുകൾ പുറത്തു വിടണം. അത് തന്നെയല്ലേ സജിയുടെ നിലപാട്? അല്ല, അതോടൊപ്പം എന്റെ മറ്റൊരു നിലപാട് കൂടിയുണ്ട്. അവർ തെറ്റ് ചെയ്തു എന്ന് തെളിവ് സഹിതം സമർത്ഥിക്കണം. ആരോപണം ആർക്കും അതിനെ ഉന്നയിക്കാം. അതിന് എനിക്ക് ആഷ്മിക്കെതിരെ ഉന്നയിക്കാം, ബൈജു കൊട്ടാരക്കരയ്ക്ക് എനിക്കെതിരെ ഉന്നയിക്കാം. അതൊക്കെ സംശയത്തിനെതിരാണെങ്കിൽ ഇവർ തെറ്റ് അതല്ലാതെ ആരോപണം മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആരോപണം കുറച്ചൊക്കെ ശരിയാണ്, അല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഞാനൊരു കാര്യം ആഷ്മിയോട് ചോദിക്കട്ടെ. ആഷ്മി പറഞ്ഞല്ലോ മിനിഞ്ഞാന്ന് മുതൽ ചാനലുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ശരിയാണ്. പല ചാനൽ, ഇന്നലെ ഉൾപ്പെടെ പല ചാനൽ ചർച്ചകളിലും നമ്മൾ ഇന്ന് വന്ന 2:30 പ്രസിദ്ധീകരിച്ച ഹേമ കമ്മിറ്റിയുടെ പല റിപ്പോർട്ടുകളും പലരും പറഞ്ഞു. അതെങ്ങനെ അറിഞ്ഞു? ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2:30 ശേഷമാണ് പുറത്തുവിട്ടത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ സജി നന്ദിയാട്ടിന്റെ ആശങ്ക അതങ്ങനെ നേരത്തെ പുറത്തു വന്നു എന്നുള്ളതാണോ? സജി നന്ദിയാട്ടിന്റെ ആശങ്ക അതങ്ങനെ നേരത്തെ പുറത്തു വന്നു എന്നുള്ളതാണോ? ഇവിടെ മനുഷ്യൻ വായിച്ച തലയെ മുണ്ടിട്ട് സജി നന്ദിയാട്ടെ, ഇവിടെ ഇത് വായിച്ചാൽ ഇതുമായി ഒരു ബന്ധമില്ലാത്തൊരു മലയാളി പോലും ലജ്ജ കൊണ്ട് തല കുനിഞ്ഞു പോകും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു തൊഴിൽ മേഖലയിൽ നമ്മളൊക്കെ ഇവിടുന്ന് കോട്ട് വിട്ട് ഘോരഘോരം ഇവിടുന്ന് ഇൻട്രോയും അല്ലാതെയും പറയുന്ന നാട്ടിൽ ഇത്ര പുഴുക്കുത്തുകൾ വൃത്തികേട് നടക്കുമ്പോൾ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് മുഖം കുനിഞ്ഞു നിൽക്കേണ്ടിരുന്ന അവസ്ഥ ഇത്. എന്നിട്ട് സജിയുടെ ഇപ്പോഴത്തെ ആശങ്ക നേരത്തെ പുറത്തു വന്നല്ലോ എന്നുള്ളതാണ്. ഞാൻ പറയാൻ വരുന്ന ഭാഗത്തേക്ക് ആഷ്മിയെ കൊണ്ടുപോയില്ല. സമ്മതിക്കണം. പറയൂ. അല്ല, ഒരേ ഒരു പറയട്ടെ. സജി നന്ദിയായിട്ട് ചോദിച്ചു ഇന്നലെ വരെ ചോദിച്ചു ഇന്നലെ വരെ ചർച്ച ചെയ്തപ്പോ ഇതിന്റെ റിപ്പോർട്ട് എങ്ങനെ പുറത്തു വന്നു എന്ന്. സജീന്ദ്രൻ അറിയണോ എങ്ങനെ പുറത്തു വന്നു എന്ന്? ഈ റിപ്പോർട്ട് എവിടെ ഇരുന്നത്? ഇവിടുത്തെ സാംസ്കാരിക വകുപ്പിൽ, സാംസ്കാരിക മന്ത്രിയുടെ കയ്യിലാണ് ഈ സാധനം ഇരിക്കുന്നത്, സാംസ്കാരിക വകുപ്പിന്റെ ഓഫീസിൽ. ഈ റിപ്പോർട്ട് അവിടുന്ന് ചോർന്നു എന്നുള്ളത് 3-4 ദിവസം ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞത് 15 പേരടങ്ങുന്ന ഒരു മാഫിയ സംഘമാണ് ഇതിനകത്തുള്ളത്, വിവരമുള്ളതെന്ന് ഞാൻ പറഞ്ഞത്. എന്ന് ചോദിച്ചാൽ ഈ പേരുണ്ട് എന്ന് കരുതുന്ന ഈ പേരുണ്ടെന്ന് കരുതുന്ന ആളുകൾ ഇത് ചൂണ്ടി കാശ്മീർ ഇത് ചൂണ്ടിയിട്ട് അതിൽ നിന്ന് പുറത്തുപോയ വിവരങ്ങളാണ് പുറത്തു വന്നത്. അല്ലാതെ ഇത് അടച്ചു വെച്ചിരുന്നതിൽ ആരും കൊണ്ടുപോയിട്ട് അങ്ങനെ വിട്ട് നോക്കിയതൊന്നും അല്ല. സജീവന്റെ ഈ കൂട്ടത്തുള്ളവൻ തന്നെയാണ് കള്ളൻ. പ്രകാശ് ബാരെ ഇവിടെ സംവിധായകൻ വിനയൻ എഴുതുകയാണ്. ഈ കേരളത്തിൽ പോക്സോ കേസെടുക്കണം, അല്ലാതെ കേസെടുക്കണമെതിരെ കേസെടുക്കണം. ശരി, പ്രകാശ് ബാരെ ഇവിടെ സംവിധായകൻ വിനയൻ എഴുതുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്ന സാഹചര്യത്തിൽ മലയാള സിനിമ ഇന്നും നിയന്ത്രിക്കുന്ന പ്രമുഖരെ ദയവായി നിങ്ങളുടെ മനസാക്ഷിയുടെ കണ്ണാടിയിലേക്ക് നോക്കൂ. നിങ്ങളുടെ മുഖം വികൃതമല്ലേ? സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് ആ രംഗത്തേക്ക് കടന്നു വരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടതിന്റെ പ്രഥമ കടമ സംഘടനകൾക്കാണ്. അതിലവരെടുക്കുന്ന നിലപാടുകൾ ഏമാനെ സുഖിപ്പിക്കുന്നതാകരുത്. സ്ത്രീ സുരക്ഷാ ബോർഡിന് ഗൗരവതരമാണ് സിനിമയിലെ മാഫിയാവൽക്കരണത്തിന്റെ തൊഴിൽ വിലക്കിന്റെ മാഫിയാവൽക്കരണം. ആ ഉമ്മാക്കിയാണല്ലോ ഈ പീഡനങ്ങളുടെ എല്ലാം ബ്ലാക്ക് മെയിൽ തന്ത്രം. ശ്രീ പ്രകാശ് ബാരെ ഇവിടെ നമുക്ക് ഈ വിഷയത്തിൽ അഭിമാനിക്കാനൊന്നത് ഇത് രാജ്യം മൊത്തമുള്ള ഫിലിം ഇൻഡസ്ട്രികളിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ഭീകര നടമാടുന്ന ഇൻഡസ്ട്രികൾ ഉണ്ടാകാം. കേരളത്തിൽ മാത്രം അത്തരമൊരു കമ്മിറ്റി ഉണ്ടാകുന്നു, കേരളത്തിൽ മാത്രം അത്തരമൊരു പഠനമുണ്ടാകുന്നു, കേരളത്തിൽ മാത്രം അത് പുറത്തേക്ക് വരുന്നു, കേരളത്തിൽ മാത്രം പൊതുസമക്ഷത്തിന് മുൻപാകെ അത് നീറുന്ന ഒരു പേപ്പർ കെട്ടായി പോയിരിക്കുന്നു. അത് അഭിമാനകരമാണ്, ഒരു തർക്കം അക്കാര്യത്തില്ല. പ്രകാശ് ബാരെ, പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം 4 വർഷമായി ഇത് സർക്കാരിൻ്റെ കയ്യിൽ ഇരിപ്പാണ്. ഇത്രയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ സർക്കാരിൻ്റെ കയ്യിൽ ഇരിപ്പാണ്.
ഒരു നടപടിയും ഈ എന്താണ് എന്തോ കോൺക്ലേവ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് കോൺക്ലേവ്? നടപടി അടിയന്തരം ഉണ്ടാവണ്ടേ ശ്രീ പ്രകാശ് ബാരെ? തീർച്ചയായിട്ടും. കാരണം ഇതിൻ്റെ അകത്ത് ഞാനിപ്പം മുഴുവൻ റിപ്പോർട്ട് വായിച്ചിട്ടില്ല. ഇവിടെ പപ്പുവ ന്യൂഗിനിയിൽ ഒരു ഫിലിമിന്റെ ഷൂട്ടിലായിരുന്നു. പക്ഷേ അതിന്റെ ഹെഡ്ലൈൻസ് ഒക്കെ വെച്ച് കണ്ടപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും കാലം പറയുമ്പോഴും അത് അങ്ങനെ അല്ല എന്ന് നിഷേധിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്ന സിനിമ അസോസിയേഷനുകൾക്ക് ചുട്ട മറുപടിയാണ് ഈ റിപ്പോർട്ട്. കാരണം ഇപ്പോ ഇതൊരു സ്റ്റെപ്പ് ഫോർവേഡാണ്, ഒരു പടി നമ്മൾ മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇപ്പം ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പം മന്ത്രിയും അല്ലെങ്കിൽ ഇവിടെയുള്ള അസോസിയേഷനുകളൊക്കെ ചോദിക്കുന്നത് ആർക്കാണ് വെപ്രാളം, ഇതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങളുമായിട്ട് ഇത് യാതൊരു ബന്ധമില്ല എന്നൊക്കെ പറയുന്ന അസോസിയേഷനും എന്താണ് ഇത്രയും വെപ്രാളം എന്ന് ചോദിക്കുന്ന മന്ത്രിയൊക്കെ മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഇവിടെ കേരള സമൂഹത്തിൽ 50% സ്ത്രീകളാണ്. ബാക്കിയുള്ള 50% അവരുടെ ആങ്ങളമാരും പെങ്ങളും അല്ലെങ്കിൽ ആങ്ങളമാരും അച്ഛനും മക്കളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും വളരെയധികം താല്പര്യമുള്ള ഒരു കാര്യമാണ് സ്വന്തം കുടുംബത്തിലെ സ്ത്രീകൾ അല്ലെങ്കിൽ സമൂഹത്തിലെ മൊത്തത്തിലെ സ്ത്രീകൾ പിന്നെ മാന്യതയോട് കൂടിയിട്ട് അവർക്ക് ജോലി ചെയ്യാൻ പറ്റണം എന്നുള്ളത്. അത് ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയാണ് സ്ഥിതി എന്ന് നമ്മൾ എത്രയോ കാലമായിട്ട് വിളിച്ചു പറയുന്നതാണ്. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 അണുകിട പോലും ഇതിൻ്റെ അകത്ത് ഒരു പിന്നെ സർപ്രൈസ് നമ്മളെപ്പോലുള്ള ആൾക്കാർക്കില്ല. പക്ഷേ തീർച്ചയായിട്ടും കേരള സമൂഹത്തിന് പൊതുവിൽ നോക്കുകയാണെങ്കിൽ ഇത് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള, ഷോക്കിംഗ് ആയിട്ടുള്ള, ഇതുപോലെയുള്ള ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഒരു നടി ഫിസിക്കലി സെക്ഷുവലി അറ്റാക്ക് ചെയ്യപ്പെടുക എന്ന് ഇപ്പം കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും. എത്രയോ കാലമായിട്ട് വിനയനും അതുപോലെ തിലകനും ഇതിനു മുമ്പുള്ള ഒരുപാട് നടന്മാരൊക്കെ ഇതിനെ പറ്റിയിട്ട് കൂവി വിളിച്ചപ്പോഴും അത് അവർക്ക് എന്തോ പിന്നെ എന്താണ് കൊതിക്കറുവാണെന്നുള്ള രീതിയിലാണ് ആൾക്കാർ നോക്കിക്കണ്ടിരുന്നത്. നമുക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഇതൊക്കെ അണയാൻ പോകുമ്പോഴുള്ള ഒരു ആളിക്കത്തലാണ്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഇവരൊക്കെ ഒലിച്ചു പോകുമെന്നുള്ളത് അതിന്റെ തുടക്കമാണിത്. അത് തീർച്ചയായിട്ടും. കാരണം ഇനിയിപ്പം ഇത് നേരത്തെ ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ ഇത് വന്നു എന്നുള്ളത് ഒരു കാര്യമാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് കൃത്യമായിട്ട് തെളിവുള്ള അലിഗേഷൻസ് അതിന് സുവോമോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ സർക്കാരോ അല്ലെങ്കിൽ കോടതിയെ കൊണ്ടോ അവർക്കെതിരെ കേസ് എടുപ്പിക്കേണ്ടതാണ്. പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്ത് വളരെ കൃത്യമായിട്ട് ഇതിന് വളരെ കൃത്യമായി പഠിച്ചിട്ട് ഇവിടെ ICC പോലും മര്യാദയ്ക്ക് എത്രയോ കാലത്തിന് ശേഷം, എത്രയോ ഡൈല്യൂഷന് ശേഷമാണ് ICC എന്ന് പറയുന്നത് ഇവിടെ ഏർപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നത്. പ്രകാശ് ബാരെ ICC പറ്റി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയിൽ പോലും പോയി പറയാൻ ഇവർക്ക് ഭയമാണ്. അതിന് കാരണം എന്താണ്? ഇത് പറയുമ്പോൾ തന്നെ ഈ പറയുന്ന ആരാണോ വേട്ടക്കാരൻ, ആ വേട്ടക്കാരന്റെ ചെവിയിലേക്ക് ഇത് എത്തുകയാണ്. പ്രകാശ് ബാരെ ഓർത്തു നോക്കണം, ICC എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മാത്രമുള്ള, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംവിധാനമാണല്ലേ? അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പരാതിപ്പെടാൻ കഴിയുന്ന, സ്ത്രീകളാൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണ്. സ്ത്രീകൾ തന്നെ സ്ത്രീകളുടെ ഒറ്റുകാരായിരിക്കുകയാണ് ICCയിൽ. ഇതൊരു കോമഡിയാണ്. ICCയോ? അതാണ്. അപ്പോൾ ഈ മറ്റുള്ള ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരു ഓർഗനൈസേഷൻ, AMMA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, അതിൻ്റെ തണലിലാണ് ബാക്കിയുള്ള ഓർഗനൈസേഷൻ മുഴുവനും. അപ്പോൾ കൃത്യമായിട്ട് ഒരൊറ്റ മൊണോപ്പൊളി അല്ലെങ്കിൽ ഒരു ശക്തി കേന്ദ്രം മാത്രമേ ഉള്ളൂ. അപ്പൊ അവരെ പിണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള യുവനടന്മാർ പോലും, ഇത്ര ചുണക്കുട്ടികളായിട്ടുള്ള എത്രയോ യുവനടന്മാരുണ്ട്, അവർ പോലും വായ തുറക്കാൻ പറ്റാതെ ഇവിടെ നിൽക്കുകയാണ്. ഇതിന്റെ ഒക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊണോപ്പൊളിയാണ്. ഇത് ബ്രേക്ക് ചെയ്യാതെ മലയാള സിനിമയ്ക്ക് മോചനമില്ല. ഇതിന്റെ തുടക്കമാണ് ഇത്. കാരണം ഈ ഒരു ടിൽറ്റഡ് ലാൻഡ്സ്കേപ്പിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് സെറ്റ് ചെയ്യേണ്ടത് മലയാളി സിനിമാ പ്രേമികളുടെയും ഇവിടുത്തെ സർക്കാരിന്റെയും ഒരു ചുമതലയാണ്. അത് നമുക്ക് അതിന്റെ ഒരു ആദ്യത്തെ പടിയായിട്ട് നമുക്ക് ഇതിനെ കാണാം. ശരി, സജീവൻ തേട്ട്, ഇവിടെ പ്രകാശ് ബാരെ പറയുന്നത് യുവനടന്മാർ പോലും സംബന്ധിക്കാൻ പേടിക്കുന്നു. എത്ര യുവനടന്മാർ ഈ റിപ്പോർട്ടിനോട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ആസിഫ് അലി എന്ന് പറയുന്ന ചങ്കറപ്പുള്ള നട്ടലുള്ള ഒരു യുവനടൻ പറയുന്നുണ്ട്, ഞാൻ ഈ റിപ്പോർട്ട് മൊത്തം കണ്ടിട്ടില്ല, പക്ഷേ പരാതി നൽകിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കൊപ്പമാണെന്ന്. ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവാനിടയുള്ള തൊഴിൽ നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കാതെ ആസിഫ് അലി എന്ന് പറയുന്ന ചങ്കുറപ്പുള്ള നട്ടലുള്ള ഒരുത്തൻ പറയുന്നുണ്ട്. നല്ല കാര്യം, ഒരാളെങ്കിലും ഉണ്ടല്ലോ അക്കാര്യത്തിൽ പറയാൻ. സജീവൻ തേട്ട്, ഇവിടെ അമ്മ എന്ന സംഘടന പ്രതികരിച്ചു. റിപ്പോർട്ട് കണ്ടില്ല, റിപ്പോർട്ട് വായിച്ചു നോക്കണമെന്നാണ് അമ്മ പറയുന്നത്. മാത്രമല്ല അമ്മയ്ക്ക് എന്തോ ഒരു വലിയ ഷോ ഉണ്ട്. ആ ഷോ കഴിഞ്ഞ് നമുക്ക് പതിയെ സമാധാനമായി ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാം. എന്ന് പറഞ്ഞാൽ 2017 മുതൽ 19 വരെ സമയമെടുത്ത് ജസ്റ്റിസ് ഹേമ ഉണ്ടാക്കിയ റിപ്പോർട്ടിലെ കാര്യം ഒന്നും അറിയില്ല കേട്ടോ അമ്മയ്ക്ക്.
എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ഈ പറഞ്ഞ സംഘടനാ നേതാക്കൾക്കൊന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അവർക്ക് ഇത് വായിച്ചു നോക്കിയാൽ മാത്രമേ അറിയുകയുള്ളൂ. ബഹുമാന്യനായ മന്ത്രി പറയുകയാണ് ഇത് ഇന്ന് മെനിഞ്ഞാന്ന് പറഞ്ഞു സാംസ്കാരിക വകുപ്പിന് ഇതൊരു ബന്ധവുമില്ല. 4 വർഷം അട്ടത്തിരിക്കുകയാണ്. 4 വർഷം അട്ടത്തിരുന്ന് റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി പറയുന്നത്. എന്തെങ്കിലും നടപടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതീക്ഷിക്കണോ ശ്രീ സജി നന്ദ്യാട്ട്? അല്ല, അതിന് മുമ്പായിട്ട് പ്രകാശ് ബാരെ പറഞ്ഞു ഇതിനകത്ത് പരാമർശമുണ്ട് ICC കുറിച്ച്. ഈ ICC എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു ധാരണ പൊതുസമൂഹത്തിന് ഉണ്ടാവണം. എന്താണ് ICC എന്ന് പറയുന്നത്? നമ്മുടെ WCCA കൊടുത്ത ഒരു കേസിൽ ഹൈക്കോടതി കേരളത്തിലെ വനിതാ കമ്മീഷനോട് പറയുന്നു എല്ലാ സിനിമാ യൂണിറ്റുകളിലും എല്ലാ ലൊക്കേഷനുകളിലും ICC എന്ന് പറയുന്ന മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാവണം. വനിതകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പീഡനങ്ങളോ ഉണ്ടായാൽ അത് ഏത് തരത്തിലുള്ള പീഡനമാകാം, അത് പരാതിപ്പെടാനൊരു ഒരു ഒരു ഫോറം അവിടെ രൂപീകരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിനെ ഇത് വനിതാ കമ്മീഷൻ ഏൽപ്പിക്കുകയും അവൾ വളരെ കൃത്യമായി 3 വർഷമായി നടന്നു വരുന്നുണ്ട്. അതിനകത്ത് WCCയുടെ അംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. 7 സംഘടനകളുടെ 3 പേര് വെച്ചാണ്. ഈ പറഞ്ഞ മാഗ്ഡയുടെ പ്രതിനിധി വരെ അതിനകത്തുണ്ട്. മറ്റൊരു പ്രശ്നം, അതിലേക്ക് ഒരു പരാതികളും വന്നിട്ടില്ല. പിന്നെ ICC സജീവമല്ല എന്ന് പറയുന്ന ഏതർത്ഥത്തിലാണെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഓരോ പ്രോജക്റ്റ് നമ്മൾ സാങ്ഷൻ കൊടുക്കുമ്പോഴും ICC രൂപീകരിച്ചിരിക്കണമെന്ന് മസ്റ്റായിട്ട് അവരുടെ മുഴുവൻ ആൾക്കാരുടെ പേര് കൃത്യമായി ലഭിക്കുന്നുമുണ്ട്. പിന്നെ പോലീസിങ് നമുക്കില്ല, ജുഡീഷ്യൽ പവർ നമുക്കില്ല. എല്ലാ ലൊക്കേഷനും അത് പാലിക്കണമെന്ന് പറഞ്ഞ് എല്ലാ ലൊക്കേഷനിലും അതിൻ്റെ ഇത് ഒട്ടിക്കാറുമുണ്ട്. അവിടെ പരാതിപ്പെടേണ്ടതാരാണ്? പരാതി പറയേണ്ടതാരാണ്? ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങളോ ഇങ്ങനെ നിഷ്കളങ്കനാവല്ലേ പ്രിയപ്പെട്ട സജി നന്ദ്യാട്ട് ചേട്ടാ? ഇങ്ങനെ അങ്ങ് നിഷ്കളങ്കനാവല്ലേ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രിയപ്പെട്ട സജി നന്ദ്യാട്ട് ഇങ്ങനെ അങ്ങ് നിഷ്കളങ്കനാവല്ലേ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗൂണ്ടാപ്പട വേട്ടപ്പട ഇറങ്ങുമ്പോഴേക്കും അങ്ങോട്ട് പോയി പറയാനും മാത്രം അത്ര ഒരു വിശാല ഹൃദയത്തിൽ അങ്ങനെ പറഞ്ഞാലുടൻ ആ നടനെ അല്ലെങ്കിൽ എന്താണ് ആ ഇടനിലക്കാരനെ ഒക്കെ പിടിച്ച് പുറത്താക്കാനും മാത്രമുള്ള ശക്തിയുള്ള സംവിധാനമായി ICC നിൽക്കുകയല്ല. ICC ഇക്കൂട്ടർക്ക് ഒത്താശ പാടുകയാണ്. പ്രകാശ് ബാർ എന്ത് ICC കുറിച്ചാണ് സജി പറയുന്നത്? കഴിഞ്ഞ ഏകദേശം നമ്മൾ ഈ അല്ല ഞാൻ സജി പ്രകാശ് ബാർ പറയുന്നുണ്ട് നടി ഒരു മിനിറ്റ് കേൾക്കൂ. നടി ആക്രമിക്കപ്പെടുന്ന സമയത്ത് കർണാടക ഫിലിം ഇൻഡസ്ട്രിയിൽ പ്രിവേലന്റ് ആയിരുന്ന ഒരു കാര്യമാണ് ഈ ICC. അത് കഴിഞ്ഞിട്ട് ഈ 3 വർഷം മുമ്പ് തുടങ്ങിയ ICCയുടെ കാര്യമാണ് ഇവർ പറയുന്നത്. കർണാടക ഫിലിം ഇൻഡസ്ട്രിയിൽ എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്ന കേന്ദ്ര സർക്കാർ എത്രയോ മുമ്പ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള സാധനം കഴിഞ്ഞ 3 വർഷമായിട്ട് നടപ്പിലാക്കി. നല്ല കാര്യം, നടപ്പിലാക്കി എന്നുള്ളതാണ് പറയുന്നത്. എത്ര കാലം വൈകിട്ടാണ് നമുക്കറിയാം. AMMയിലുള്ള പിന്നെ ICCയിൽ നിന്ന് മാല പാർവതിയെ പോലുള്ള ആൾക്കാർ ഇറങ്ങി പോകേണ്ട കാരണം എന്താ? അതിൽ വെള്ളം ചേർക്കാൻ അവർ കൃത്യമായുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് അത് നടന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ICC വളരെ കേമമാണ്, അതിൻ്റെ അകത്ത് ഒരു കംപ്ലൈന്റും വരുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല അത് സാറേ സജി, താങ്കൾ ICC വലിയ ആനക്കാര്യമാണെന്ന് പറയുമ്പോൾ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. സജി ICC ആനക്കാര്യം താങ്കൾ പറയുമ്പോൾ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഒരാനക്കാര്യവും അല്ല, ഒരു പല്ലുന്നതും ഇല്ലാത്ത സംവിധാനമാണ്. സ്ത്രീകൾക്കെതിരെ ഒറ്റുകാരായി പ്രവർത്തിക്കുന്ന അധമ സംവിധാനമാണ് ICC എന്ന് പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ പറയുകയാണ്. എല്ലാവരും ഒന്നടങ്കം നിങ്ങൾ മോശക്കാരായി ചിത്രീകരിക്കുന്നതോട് ഒരു വിധത്തിൽ യോജിക്കാൻ പറ്റത്തില്ല. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, സംശയം തിരിക്കുന്നു. പക്ഷേ ആഷ്മി, ഒരു കാരണം ICC എന്ന് പറയുന്നതിനെ നിങ്ങൾ മോശമായി ചിത്രീകരിക്കുകയാണ്. സാർ, ഞാൻ മോശം ചിത്രീകരിക്കുകയല്ല. പരാതി ലഭിക്കാതെ ഞങ്ങളുടെ കുഴപ്പമാണോ? അല്ല, ICC ഞാൻ മോശം ചിത്രീകരിക്കുകയല്ല. കമ്മിറ്റി കൂടുന്നുണ്ട്. ICC ഞാൻ മോശമായി ചിത്രീകരിക്കുന്നതല്ല. ഈ പറയുന്ന പ്രധാന നടന്റെ ഈ പറയുന്ന ഏതോ ഒരു പ്രധാന നടന്റെ നേതൃത്വത്തിൽ 15 പവർ സംഘം അവിടെ പ്രവർത്തിക്കുമ്പോൾ ആര് ICCയിലേക്ക് പോകുന്നതാണ്? ഇനി ICCയിലേക്ക് പോയാൽ ആർക്ക് നീതി കിട്ടുമെന്നാണ്? പവർ ഗ്രൂപ്പ് അത് ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങളുടെ ഇവിടെ വന്നാൽ ഞങ്ങൾ നടപടിയെടുക്കും, ഒരു സംശയം വേണ്ട, നടപടിയെടുക്കും. പക്ഷേ ഞങ്ങൾ ഒരു പ്രധാന നടന്റെയും ഒരു പവർ ഗ്രൂപ്പിന്റെ ആൾക്കാരല്ല. ഞങ്ങൾക്ക് ആരെയും പേടിയില്ല. പണം മുടക്കുന്നവർക്ക് ആരെ പേടിക്കാൻ? ഇവിടെ പണം മുടക്കുന്ന ഒരു മാഫിയാണ്. ഞാൻ ചോദിക്കട്ടെ, മലയാള സിനിമയിലെ മാഫിയാണോ ലെസ്ലി സ്റ്റീഫൻ? മലയാള സിനിമയിലെ മാഫിയാണോ നിങ്ങളുടെ MD? ഗോകുലം സിനിമ നിർമ്മിക്കുന്ന ആളാണ്. മലയാള സിനിമ നിർമ്മിക്കുന്ന മുഴുവൻ നിർമ്മാതാക്കളെ ഇവിടുത്തെ പൊതുസമൂഹത്തിന് അറിയാം. മാഫിയ കാണും. ഒറ്റ ആൾക്കാർ വെളിയിൽ നിന്ന് വന്നവരല്ല സിനിമ എടുത്ത് കാണും. അവരോട് സിനിമ എടുക്കുന്നത് പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ല. എക്കണോമിക് ഫ്രീഡം ഉള്ള രാജ്യമാണ് നമ്മൾ. ഞങ്ങളുടെ ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് എല്ലാം മാഫിയാണ്. എവിടെയാണ് മാഫിയ?
ഇവിടെ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ? സാറേ, ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് മാഫിയ നിങ്ങൾ അതിവായന പറയല്ലേ? ഇല്ല, നിങ്ങൾ അതിവായന നടത്തല്ലേ? അല്ല, നിങ്ങൾ അതിവായന നടത്തല്ലേ? മലയാള സിനിമയിലെ നിർമ്മാതാക്കൾ മാഫിയകളാണെന്ന് ആരെവിടെ പറഞ്ഞു? നിർമ്മാതാക്കൾ മാഫിയാണെന്ന് ആരെവിടെ പറഞ്ഞു? ഇവിടെ ഒരു മാഫിയ പ്രവർത്തിക്കുന്നു അതിനകത്ത്. എല്ലാ നിർമ്മാതാക്കൾക്കും ഉപരിയായി, എല്ലാ സംവിധാനങ്ങൾക്കും ഉപരിയായി, എല്ലാ നൈതികതയ്ക്കും ഉപരിയായി ഒരു മാഫിയ സംഘം അവിടെ പ്രവർത്തിക്കുന്നു. ആ മാഫിയ സംഘം ഇത്തരം സെക്ഷൽ ഹറാസ്മെന്റുകൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ചില സെറ്റുകളിൽ ഒന്ന് മൂത്രമൊഴിക്കാൻ ജൂനിയർ നടിമാർക്ക് ഇറങ്ങി പോകേണ്ടി വരികയാണ്. പൊന്തക്കാടുകളുണ്ടോ, മരത്തിന്റെ മറവുണ്ടോ, ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ പിന്നാമ്പുറമുണ്ടോ എന്ന് ഇറങ്ങിപ്പോവാണ്. കോടികൾ പറയുന്ന മലയാള സിനിമയ്ക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു മൂത്രമൊഴിക്കാൻ സംവിധാനം കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഒന്ന് പറയാൻ കഴിയും? സജി, നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഈ ധാർമ്മിക വിരോധത്തെ വല്ലതൊക്കെ പറഞ്ഞു പോകും. ഈ വേദിയിലിരുന്ന് പറയാൻ കഴിയാത്തതാണ് പലപ്പോഴും അത്. സജി, എന്റെ പൊന്ന് ആഷ്മി പറയുന്നത് എന്താ? ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം. ഒരു വെളിമ്പ്രദേശത്ത് ഞാൻ ചോദിക്കട്ടെ, ഒരു വെളിമ്പ്രദേശത്ത് ഷൂട്ട് നടന്നാൽ സ്വാഭാവികമായി ബൈജു കൊട്ടാരക്കാരൊക്കെ അറിയാം, അവിടെ നമുക്ക് ബാത്റൂം കൊണ്ടുപോകാൻ പറ്റും. അവളെ തൊട്ടടുത്ത വീട്ടിലൊക്കെ നമ്മൾ സമീപിക്കും. നമ്മളൊരു ബാത്റൂം കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ വെളിമ്പ്രദേശം ഷൂട്ട് ചെയ്യണ്ടേ? സിനിമയെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം. സാറേ, ബാത്റൂം കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ ഇവിടെ നടിമാർക്ക് മൂത്രം ഒഴിക്കാൻ എന്താണ് പൊന്തക്കാട് തിരയണമെങ്കിൽ അവിടെ ഷൂട്ടിംഗ് നടത്തണ്ട. എന്ത് വർത്താനാ പറയുന്നത്? അല്ല, ഒരു മിനിറ്റ് ബൈജു, പ്രധാന നടീനടന്മാർക്കെല്ലാം അല്ല സജി നന്ദിയാട്ടെ, ഈ ക്യാരവാനുള്ള പ്രധാന നടീനടന്മാർക്ക് മാത്രമേ മൂത്രസംഖ്യ ഉള്ളോ? ഈ ക്യാരവാനുള്ള പ്രധാന നടീനടന്മാർക്ക് മാത്രമേ മൂത്രസംഖ്യ ഉള്ളോ? അല്ല ആഷ്മി പറയട്ടെ, ഈ കഴിഞ്ഞ മാസം ഒരു പ്രമുഖ നടിമാർ, പെണ്ണുങ്ങളല്ലേ, അവർ ക്യാരവാൻ ഇരിക്കുമ്പോ അതിൽ അഭിനയിക്കാൻ വന്ന സാധാരണ രണ്ട് സ്ത്രീകൾ, അവർക്ക് മൂത്രശങ്ക വന്നപ്പോ അവിടെ സമീപിച്ചപ്പോൾ ഇവരവിടെ കയറ്റിയില്ല. പ്രൊഡക്ഷൻ കൺട്രോൾ അടുത്ത വീട്ടിൽ പോയി. ഞങ്ങൾ ഇത് പറയുന്നത് മനസ്സിലാക്കണം. ഒരു ലൊക്കേഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എല്ലാം ചിലപ്പോ ഓരോ ലൊക്കേഷൻ അനുസരിച്ച് അവിടെ ചിലപ്പോ മൂത്രപ്പുര കാണില്ല. പേരിൽ അത് സാധാരണ ഒരു നിസ്സാര സംഭവമായിരിക്കും. അതുകൊണ്ട് ആർഭാടത്തെ പറ്റിയല്ല പറയുന്നത്. ഇവിടെ ആർഭാടത്തെ പറ്റിയല്ല പറയുന്നത്. സെറ്റുകളിൽ മട്ടൻ ബിരിയാണി കൊടുക്കണമെന്നല്ല പറയുന്നത്. അല്ല ബൈജു ഒരു മിനിറ്റ്. ബൈജു ഒരു മിനിറ്റ്. നിങ്ങൾ എന്തോ പറയുന്നത്? ഒറ്റ മിനിറ്റ്. ഇവിടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് മട്ടൻ ബിരിയാണി കൊടുക്കണമെന്നല്ല പറയുന്നത്. സാറേ, അവർക്കൊന്ന് മൂത്രം ഒഴിക്കാനൊരു സംവിധാനം ഉണ്ടാക്കണമെന്നാ പറയുന്നേ. ഒന്ന് മൂത്രം ഒഴിക്കാനൊരു സംവിധാനം ഉണ്ടാക്കണമെന്നാ പറയുന്നേ. അപ്പൊ വെളിമ്പ്രദേശം ന്യായം പറയാ? അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണ്. നമ്മള് ജൂനിയർ ആർട്ടിസ്റ്റുകൾ നല്ല ഭക്ഷണം കൊടുക്കണം. അവരെ ചൂഷണം ചെയ്യുന്നുണ്ട്, സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ ഒരു 10-500 പേരെ ആവശ്യമുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് കോർഡിനേറ്റർ ഉണ്ട്. ആ കോർഡിനേറ്റർ പ്രൊഡക്ഷൻ കൺട്രോളോട് ഇത്ര രൂപ പറയും. അവസാനം ഈ പൈസ കൊടുക്കാതെ പല സംഭവം ഉണ്ടായിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളെ ചൂഷണം ചെയ്യുന്നുണ്ട്, സംശയം തിരിക്കുന്നു. അതിനൊക്കെ ഞങ്ങൾ യാഥാർത്ഥ്യമായി കാണുന്നുണ്ട്. ആഷ്മി സജി എന്താ പറയാണ്? One of the junior artists stated that at one set the shooting was going on in an open ground extending to a vast area. They all made to stand in the hot sun for very long time, whereas others who were working on the same set could use umbrella. എന്ന് പറഞ്ഞാൽ കുറച്ചാൾക്കാരെ പൊരിവെയിലത്ത് കുടയില്ലാതെ നിർത്തും, കുറച്ചാൾക്കാർ കുട കൊടുക്കും. ഇനി ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ കുറച്ചാൾക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കും, കുറച്ചാൾക്കാർ മോശം ഭക്ഷണം കൊടുക്കും. നല്ല ഭക്ഷണം കൊടുക്കണമെങ്കിൽ ശരീരം ആവശ്യപ്പെടുന്ന തെണ്ടുകളെ പറ്റി പറയുകയാണ് ഈ റിപ്പോർട്ടിൽ. ക്ഷമിക്കണം വാക്ക് ഉപയോഗിച്ചതിന്. സജി, പന്തിയിൽ പക്ഷാഭേദം, എല്ലായിടത്തും പക്ഷാഭേദം. സജി എന്താ താങ്കൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു എന്താണ് ഇത് പുറത്തു വന്നാൽ മലയാള സിനിമയെ ബാധിക്കുമെന്ന്. ഇത്തരക്കാർ നിയന്ത്രിക്കുന്ന മലയാള സിനിമയാണെങ്കിൽ, ഇത്തരക്കാർക്കാണ് അതിന്റെ ചുക്കാനെങ്കിൽ അത് പൊളിഞ്ഞു വീഴണം സജി, അത് പൊളിഞ്ഞു വീഴണം. അല്ലല്ല, നല്ലവരായ സിനിമാ പ്രവർത്തകരെ ഇത് ബാധിക്കാൻ പാടില്ല. മോശക്കാർ എപ്പോഴും പുറത്താക്കപ്പെടണം. മനസ്സിലായില്ലേ? പുഴുക്കുത്തുകൾ ഇല്ലാതിരിക്കണം. എവിടെയുണ്ട് സമൂഹത്തിൽ ഇത്തരക്കാർ? 1000 ലിറ്റർ പാലിനകത്ത് അരത്തുള്ളി വിഷം പോയ മൊത്തം പോയി. നല്ലവർക്കൂടെ മോശമാണ് ഇത്തരക്കാരെന്ന കാര്യത്തിൽ സംശയം തിരിക്കുന്നു. ശരി ബൈജു കൊട്ടകര, ഇവിടെ 1000 ലിറ്റർ പാലിനകത്ത് ഒരു തുള്ളി വിഷം പോകുന്ന കഥ തന്നെയാണ്. ഇതിലൊരു പക്ഷേ ബഹുഭൂരിപക്ഷം നല്ല ആൾക്കാർ തന്നെയാകും, എല്ലാവരും അടച്ചാധിക്ഷേപിക്കുമല്ല. പക്ഷെ ആ ഒരു തുള്ളി വിഷത്തിനെടുത്ത് പുറത്താക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാവണം. ആ ഒരു തുള്ളി വിഷത്തിന് മുന്നിൽ സർക്കാർ സംവിധാനങ്ങൾ വാ മൂടിക്കെട്ടി കമാന്ന് മിണ്ടാതിരിക്കുന്നു. അവിടെയാണ് പുറത്താക്കപ്പെടണം. അതെ, അല്ല ഈ സജി നന്ദിയായിട്ട് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞല്ലോ.
വെളിപ്രദേശത്ത് ഷൂട്ട് ചെയ്താൽ എങ്ങനെയാണ് ഈ അവിടെ കൊണ്ടുപോയി ബാത്റൂം വെക്കാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആര്? സജീൻ ചേട്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഈ കഴിഞ്ഞ വർഷം നടന്നൊരു സംഭവം പറഞ്ഞുതരാം. ഒരു വലിയൊരു സിനിമയുടെ ലൊക്കേഷൻ, അതിന്റെ വെളിപ്രദേശത്ത് ഒരുപാട് നൂറുകണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഷൂട്ടിങ്ങിന് വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നു. അതിൽ ജൂനിയർ ആർട്ടിസ്റ്റായ ഒരു പെൺകുട്ടിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി പോയപ്പോൾ ഈ നടന്മാരിരിക്കുന്ന സ്ഥലത്തൂടാണ് പോയത്. ഒരു പ്രധാന നടൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അവിടെ കാണാൻ പോട്ടെ, ഇതൊക്കെ പണ്ട് ഞങ്ങൾ കണ്ടത്, ഇനിയും ഞങ്ങളിത് കാണണോ, നാട്ടുകാരെ കണ്ടോട്ടെ എന്ന്. അപ്പൊ അതിന് അർത്ഥം എന്താണ് ആഷ്മി? അപ്പൊ എവരെയൊക്കെയാണോ പൂവിട്ട് പൂജിക്കേണ്ടത്? ഈ സജീവൻ തൊട്ട് ആരെയാണ് സംരക്ഷിക്കുന്നത്? ഇതേപോലുള്ള ഈ വൃത്തികെട്ട ജന്മങ്ങളെയാണോ പൂവിട്ട് പൂജിക്കേണ്ടത്? ഇവിടെ ഈ റിപ്പോർട്ടിൽ കുറെ പേരുകളുണ്ട്. ആ പേരുകൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് വരുന്നത്. ആ പേരുകൾ പുറത്തു വരണം. ആ പേരുകൾ പുറത്തു വരുന്നില്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിൽക്കുന്ന സജി നന്ദ്യാട്ടിനാവട്ടെ, ബൈജു കൊട്ടരക്കരയ്ക്കാവട്ടെ, ശ്രീ മഹേഷിനാവട്ടെ, എല്ലാവരുടെയും പേര് വികൃതമാകും. അപ്പൊ ഈ പേരുകൾ പുറത്തു വരാൻ താങ്കൾ പറഞ്ഞ ആ ഒരു തുള്ളി വിഷത്തെ കേരളത്തിന് മുന്നിൽ പിടിച്ചു നിർത്താൻ, അതേത് മഹാനടനാണെങ്കിലും പിടിച്ചു നിർത്താൻ സമരം ചെയ്യേണ്ടവർ നിങ്ങളാണ്, സിനിമക്കാരാണ്. സജി അല്ല ആഷ്മി, ഞങ്ങൾ അത് തന്നെയാ പറയുന്നത്. ഞാനോ എല്ലാ മേഖലയിലും ഉണ്ട്. അത് സിനിമാ മേഖല മാത്രമല്ല, എല്ലാ മേഖലകളിലും ഇത്തരക്കാർ തിരിച്ചറിയപ്പെടണം. അവരെ ഒറ്റപ്പെടുത്തണം. അവരെ ഇവിടുന്ന് അടിച്ചോട്ടാക്കണം. അവരെ ഈ അവർ ഹാപ്പി ആയിരിക്കണം. ഒരു സംഘടനയും മലയാളത്തിലെ ഒരു സംഘടനയും സ്ത്രീകൾ ദുഃഖിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. പിന്നെ വ്യക്തികൾ ചെയ്യുന്ന കുറ്റത്തിന് സംഘടന ഈ പാപഭാരം പേറുന്നുണ്ടെന്ന കാര്യം സത്യമാ, അത് സത്യമാ. അല്ല സജി നന്ദ്യാട്ട്, ഇത്തരത്തിൽ നടികൾ റൂമിനകത്ത് കിടക്കുമ്പോൾ രാത്രി പോയി വാതിൽ തട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുന്നവരെ, അല്ലെങ്കിൽ റോള് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ശരീരം ആവശ്യപ്പെടുന്നവരെ, ഇത്തരത്തിൽ താഴാവുന്നതിന് അങ്ങേയറ്റം താഴുന്ന നടന്മാരാരൊക്കെയാണ്? ഈ പ്രൊഡക്ഷൻ കൺട്രോൾമാർ ആരൊക്കെയാണ്? ഈ പറയുന്ന ആ ക്ലിക്കുകൾ നിയന്ത്രിക്കുന്നവർ ആരൊക്കെയാണ് എന്ന് അന്വേഷിക്കാനും ആ പേരുകൾ കേരളത്തോട് പറയാനും അമ്മയടക്കം ഫെഫ്കെ അടക്കം സംഘടനകൾക്ക് ധാർമ്മിക അവകാശമുണ്ടോ, ധാർമ്മിക ബാധ്യതയുണ്ടോ സജി? അല്ല, ധാർമ്മിക ബാധ്യത അവർക്ക് അപ്പുറം ഗവൺമെന്റിനുണ്ട്. ഈ പരാതി ഇരിക്കുന്നത് ഗവൺമെന്റ് കയ്യിലാണെങ്കിൽ ഇത്തരക്കാരെ സ്ത്രീകളുടെ റൂമിൽ വന്ന് പൊട്ടുന്നവരുടെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കണം. ആഷ്മി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ചെരുപ്പൂരി അടിക്കണം അവന്റെ കരണക്കുറ്റിക്കിട്ട്. സംശയം തിരിക്കുന്നു. ഞങ്ങൾ ആ സൈഡ് തന്നെയാണ്. പക്ഷേ സർക്കാർ നടപടിയെടുക്കണം. സർക്കാരിന്റെ കയ്യിൽ പേരുണ്ടെങ്കിൽ വെളിയിൽ വിടണം. ഇത് തന്നെ ഞങ്ങളുടെ ആവശ്യം. ഇപ്പൊ ആഷ്മി പറഞ്ഞ പോലെ ഇവിടെ നിൽക്കുന്നവർ എല്ലാവരും മോശക്കാരായി പോയി. സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകള്, വനിതകള്, പുതിയ യങ്സ്റ്റേഴ്സ് ഉണ്ട്, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, തറവാടികളാണ്. അവരുൾപ്പെടെ ഉള്ളവർക്ക് മോശമായിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ അത് പാടില്ല. അതുകൊണ്ട് സീസറിന്റെ പാല് സംശയത്തിന് അതീതയായിരിക്കണം. എല്ലാവരെയും പുകമറയ്ക്കുള്ളിൽ എല്ലാവരും സംശയം നിർത്തുന്ന ഈ സംവിധാനം അവസാനിപ്പിക്കണം. ഇല്ല നമ്മളെല്ലാവരും പുകമറക്ക് നിർത്തിയില്ല. ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആദ്യം പഠിച്ചുണ്ടാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞു എല്ലാവരും കുറ്റക്കാരാണെന്ന് പറയുന്നില്ല. ശ്രീ മഹേഷ്, ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറയുകയുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്തരത്തിൽ റോളിന് വേണ്ടി ശരീരം ആവശ്യപ്പെടുന്നവന് ചെവിക്കല്ലടിച്ച് പറിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി കലാപാഹോലത്തിൽ കേസെടുക്കുമെന്ന് അറിയില്ല. കേസെടുത്താലും കുഴപ്പമില്ല, അത് ചെയ്യേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ അവരുടെ ചെവിക്കല്ലടിച്ച് പൊളിക്കാൻ നിയമ സംവിധാനങ്ങൾ തയ്യാറല്ലെങ്കിൽ, അത് ചെയ്യാൻ ഈ പറയുന്ന ഇരകൾ തയ്യാറാവാത്ത കാലത്തോടത്തോളം ഇത്തരക്കാർ അവിടെ ഇനിയും തിടം വെച്ച് വളരും. ശ്രീ മഹേഷ്, അടിയന്തിരമായി ചെയ്യേണ്ടത് ഈ പേരുകൾ ഇവർക്കെന്തിനാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇരകളുടെ പേര് പുറത്തുവിടേണ്ട. ഈ പറയുന്ന വേട്ടക്കാർക്ക് ഏത് അളവിൽ ഇൻഹ്യൂമനായി ഒരു സ്ത്രീയോട് പെരുമാറാൻ മാത്രം മനസ്സുറപ്പുള്ള അല്ലെങ്കിൽ മനസ്സ് നിന്ദമായ ആൾക്കാരുടെ പേരെന്തിനാണ് ഒളിപ്പിച്ചു വെക്കുന്നത്? അത് കേരളത്തോട് പറയണ്ടേ സർക്കാർ സംവിധാനങ്ങൾ? അത് കേരളത്തോട് പറയണ്ടേ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ? അത് കേരളത്തോട് പറയണ്ടേ സംഘടനകൾ? അവരെ എല്ലാവരും ചേർന്ന് തള്ളിപ്പറയണ്ടേ? ശ്രീ മഹേഷ്, തീർച്ചയായിട്ടും വേണ്ടതാണ്. പക്ഷെ അതിനിപ്പോൾ എന്താ ചെയ്യാൻ സാധിക്കുക? സർക്കാരിൻ്റെ തന്നെ ഉത്തരവും ഈ പറയുന്ന കമ്മിറ്റിയുടെ തന്നെ റിപ്പോർട്ട് പ്രകാരവും അവർക്ക് കിട്ടിയ നിർദ്ദേശങ്ങൾ പ്രകാരവും ആരുടെയും പേര് പറയാൻ പാടില്ല. അത് ഈ മൊഴി കൊടുത്ത ആളുടെ പേരാണെങ്കിലും ആർക്കെതിരെ മൊഴി കൊടുത്തതാണ് അവരുടെ പേരും പറയാൻ പാടില്ല. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യാൻ സാധിക്കുക? പിന്നെ ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുക, ഞാൻ ഈ റിപ്പോർട്ട് പുറത്ത് വരണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാൻ കാരണം ഇതിനകത്ത് ആർക്കെതിരെ മൊഴി കൊടുത്തു എന്നതിനേക്കാൾ ഉപരി അവർ പറഞ്ഞിരിക്കുന്ന ഈ നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് തന്നെ 4-4.5 വർഷത്തിന് മേളിലായി. ഈ സർക്കാരിന് അറിയാലോ അതിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്. സർക്കാർ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഇത് പൊതുജനങ്ങൾക്കിടയിൽ കിട്ടാൻ വായിച്ചിട്ടില്ല, കണ്ടിട്ട് പോലുമില്ല, ഒന്നും അറിയില്ല. സർക്കാർ ഇത്രത്തോളം
നമ്മുടെ സാംസ്കാരിക മന്ത്രി കണ്ടിട്ടില്ല, അത് വായിച്ചിട്ടില്ല, അതൊന്നും അറിയില്ല. സാംസ്കാരിക മന്ത്രിയാണെങ്കിൽ ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതയില്ലെന്നേ. ആ ഇതിന് മുമ്പുണ്ടായിരുന്ന മന്ത്രിക്ക് അറിയാമായിരുന്നു. മുമ്പുള്ള കഴിഞ്ഞ 5 വർഷത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന ബാലൻ സാറിന് അറിയാമായിരുന്നു. ഇപ്പം എനിക്കിത് മനസ്സിലാവുന്നില്ല. ഇത് എന്തിനാണ് അപ്പോൾ ഈ 1 കോടി രൂപ മുടക്കിയിട്ട് ഈ കമ്മിറ്റി വെച്ചത്? എന്താവശ്യത്തിന്? ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. ഈ 4-4.5 മണിക്കൂർ 4-4.5 വർഷം ഇവരുടെ ഇത് കിട്ടിയിട്ട് ഇവരുടെ ആർക്കാരെതിരെ പറഞ്ഞു എന്നുള്ളത് വിട്ടുകളയോ ഹാഷ്മി? ഈ നിർദ്ദേശങ്ങൾ ഇവർക്ക് തുടങ്ങി വെച്ചൂടെ? സർക്കാരിന് 1 രൂപ പോലും ചെലവില്ലാതെ സർക്കാരിലോട്ട് എത്ര രൂപയാണ് ഈ ഇൻഡസ്ട്രി കൊടുക്കുന്നത്? ഈ സർവീസ് ടാക്സ് ആയിക്കോട്ടെ, ഇൻകം ടാക്സ് ആയിക്കോട്ടെ, ഒരു പോസ്റ്റർ അടിക്കുന്ന 6 ഷീറ്റ് പോസ്റ്റർ അടിക്കുന്നതിന് പോലും കോർപ്പറേഷന് പൈസ കൊടുക്കണം. അങ്ങനെ റവന്യൂ കിട്ടുന്ന ഒരു വലിയ ഇൻഡസ്ട്രി തന്നെയാണ് സിനിമ. ഇതിപ്പോൾ മലയാള സിനിമയിൽ മാത്രമൊന്നുമല്ല ഈ ഒരു നടക്കുന്നത്. ഇപ്പം പ്രകാശ് ഭാരതി ഈ തുടക്കത്തിൽ പറയുന്നത് കേട്ടു, കന്നഡ സിനിമയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു. ഇത് ഇന്ത്യൻ സിനിമയിൽ മാത്രമല്ല. എവിടെയാണ് മീറ്റു തുടങ്ങിയത്? മീറ്റു ക്യാമ്പയിൻ തുടങ്ങിയത് എവിടെയാണ്? ഹോളിവുഡിലാണ്. ഈ ഇൻഡസ്ട്രിയിൽ മൊത്തം ഈ പ്രശ്നം ഉണ്ടെന്നേ. പക്ഷേ അത് എങ്ങനെ അതിനെ അടച്ചാക്ഷേപിക്കുന്നത്? എനിക്ക് ഇതിനകത്ത് വിയോജിപ്പുള്ളത് ഹാഷ്മി, നിങ്ങൾ ഇതിനെ എതിർത്താലും ഞാൻ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞാലും ശരി തന്നെ, അമ്മ അസോസിയേഷനിലെ പ്രഗത്ഭരായിട്ടുള്ള കഴിവ് തെളിയിച്ച 3-4 പതിറ്റാണ്ട് മലയാള സിനിമയിൽ നിൽക്കുന്ന നടന്മാർക്കെതിരെ ഇത് വരുമ്പോൾ അത് ഞാൻ എതിർക്കുക തന്നെ ചെയ്യും. കാരണം ഇതൊരു സർക്കാർ ജോലിയല്ല. ഇതെന്ന് പറയുന്നത് ഈ നടന്മാർക്ക് അവസരം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു സിനിമയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഒരു സംവിധായകൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഒരു നിർമ്മാതാവിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, നാളെ വേറൊരു സിനിമയാണ്. ഇത് സർക്കാർ ജോലിയല്ല. അപ്പം ഇത് നമ്മളെ എങ്ങനെ വിളിക്കണം ഈ സിനിമയിൽ? നമ്മുടെ മാർക്കറ്റ് വാല്യൂ എന്താണ്? നമുക്ക് ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യമുണ്ട്, തുല്യ വേതനം. നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നടക്കുന്ന കാര്യമാവണം സർ. നടക്കുന്ന കാര്യമാവണം സർ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. അല്ല, നടക്കുന്ന കാര്യമാവണം സർ. തുല്യവേതനമൊക്കെ നടക്കുന്ന കാര്യമാവണം. എന്താ നടക്കാൻ പാടുന്ന? ഇല്ല, TRP റേറ്റിംഗ് ഒന്നും അല്ലാന്നേ. TRP റേറ്റിംഗ് ഇപ്പൊ താങ്കൾ പറയണം അമ്മയിലെ പ്രധാന സാറേ അല്ലല്ല അമ്മയിലെ ഏതെങ്കിലും നടന്മാരുടെ പേര് വന്നാൽ ഞാൻ പിന്തുണയ്ക്കണമെന്ന് പറയാണ്. ശ്രീ മഹേഷ് അമ്മയിലെ പ്രധാന നടന്മാരുടെ പേരിൽ ആരോണെന്ന് ഞാൻ അംഗീകരിക്കണമെന്ന് പറയാണ്. എന്റെ വായിൽ നിന്ന് സംസാരിക്കുന്നത് എനിക്ക് അവസരം തന്ന എന്നോട് സംസാരിക്കാൻ സമയം തരണം. അല്ല, താങ്കൾ പറഞ്ഞായിരുന്നു തുല്യവേതനം നടപ്പാകില്ല. എന്തുകൊണ്ട് നടപ്പാകില്ല? നടപ്പാകണം. അല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ. ഞാൻ തുല്യവേതനം പോട്ടെ, തുല്യവേതനം പോട്ടെ, മൂത്രമൊഴിക്കാൻ സംവിധാനം കൊടു. ഒരു സിനിമ തുല്യവേതനം രണ്ടാമതല്ലേ, മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റ് കൊടു കൊടുക്കുന്നുണ്ട്. ഈ WCC പറയട്ടെ സുഹൃത്തെ, WCC വന്നതിന് ശേഷം WCCയുടെ മുൻകൈ എടുത്തുകൊണ്ട് ഇപ്പോഴത്തെ സംഘടനകളിൽ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ സജി പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. എന്താണെന്നറിയോ? ഇതിനകത്തുള്ള നടിമാർ തന്നെ മറ്റു നടിമാരെ സൂപ്പറായിട്ട് നിൽക്കുന്ന നടിമാർ തന്നെ മറ്റു നടിമാരെ കയറ്റാത്ത അവസ്ഥയൊക്കെയുണ്ട്. ഒരു സിനിമ പ്രൊഡക്ഷനിൽ എത്ര കാരവാൻ നമുക്ക് വെക്കാൻ സാധിക്കും? അപ്പൊ ഇതിനകത്ത് തന്നെ തമ്മിൽ തൊഴുത്തിൽ പൊന്നു ചേട്ടന്മാരെ നിങ്ങൾ സാധിക്കില്ല. എന്റെ പൊന്നു ചേട്ടന്മാരെ നിങ്ങൾ എന്തിനായി ന്യായീകരിക്കുന്നത്? വളരെ ഒരു ആവേശപൂർവ്വം എന്റെ പൊന്നു മഹേഷ് സാറേ, എന്റെ പൊന്നു സജീന്ദ്രേട്ടാ, നിങ്ങൾ ന്യായീകരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ചോദിക്കുന്നത് മൂത്രശങ്ക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. വെള്ളം കുടിച്ചാൽ മൂത്രമൊഴിക്കാൻ മുട്ടുമെന്നുള്ളത് പൊതു തത്വമാണ്. ആ മൂത്രമൊഴിക്കാൻ പൊന്തക്കാട് തെരഞ്ഞു പോകേണ്ടിരുന്ന സാഹചര്യം ഒഴിവാക്കുമെന്ന് പറയുമ്പോൾ മഹേഷ് ചോദിക്കുകയാണ് എത്ര കാരവാൻ ഉണ്ടാക്കിയാൽ പറ്റുമെന്ന്. കഷ്ടമാണ് ശ്രീ മഹേഷെ, കഷ്ടമാണ് ശ്രീ മഹേഷെ, കഷ്ടമാണ്. നമ്മൾ പറയുന്നത് സെറ്റിൽ മട്ടൻ ബിരിയാണി കൊടുക്കണമെന്നല്ല, 5 കോഴ്സ് ഡിന്നർ കൊടുക്കണമെന്നല്ല, പൊന്തക്കാട്ടിന് പിന്നിൽ മൂത്രമൊഴിക്കാൻ പോകുന്ന ഗതികേട് ഒഴിവാക്കണമെന്നാണ്. അത് ന്യായീകരിക്കല്ലേ? അതിങ്ങനെ ന്യായീകരിക്കല്ലേ? കഷ്ടമാണ്. അവര് തന്നെയാണ് സമ്മതിക്കാത്തത്. എന്ത്? അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് സമ്മതിക്കാത്തത്. അല്ലാതെ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ബാധ്യതയില്ലേ? ആ സെറ്റിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം മൂത്രമൊഴിക്കാൻ സംവിധാനം ഉണ്ടാക്കണം എന്ന അണിയറ പ്രവർത്തകർ ബാധ്യതയില്ലെന്നാണോ? അതിനെ വന്നിട്ട് ന്യായീകരിക്കുന്നു. ന്യായീകരിക്കല്ലേ? കഷ്ടമാണ്. ഞാൻ തിരികെ എത്തും. ഇടവേളയ്ക്ക് ശേഷം ഭാഗ്യലക്ഷ്മി, നമ്മളിപ്പോൾ ഈ പുറത്തു വന്ന റിപ്പോർട്ട് അതിന്റെ കാതലായ ഭാഗങ്ങൾ ഒഴിവാക്കിയ റിപ്പോർട്ടാണ്. 233 പേജുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ചൂഷണത്തിന്റെ 50-1 ചൂഷണത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നാൽ സ്വമേധയാ കേസെടുത്ത് പിടിച്ചകത്തിടാനുള്ള സംവിധാനമുള്ള നാടാണ്. ഈ പുറത്തു വന്ന റിപ്പോർട്ടിൽ ചൂഷണം ചെയ്തവരുടെ പേരില്ല. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇവിടെ ആ പേരുകൾ പുറത്തു വരേണ്ടത് മലയാള സിനിമയ്ക്ക് അനിവാര്യമാണ്. കാര്യം നല്ലപോലെ മര്യാദയ്ക്ക് ജോലി ചെയ്ത് മര്യാദയ്ക്ക് അരി വാങ്ങിച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന നല്ലവരായ സിനിമക്കാരുടെ പേര് പോലും മോശമാകും. അത് കാരണം മലയാള സിനിമ ഒന്നാകെ മുഖം കുനിച്ച് നിൽപ്പാണ്.
ഇക്കൂട്ടത്തിൽ ആരൊക്കെയാണ് ഈ പെണ്ണുപിടിയന്മാർ എന്നറിയാതെ ആരാധിച്ച മലയാളികൾ തലകുറിച്ച് നിൽപ്പാണ്. ഏറ്റവും പ്രധാനം അത് പുറത്തേക്ക് വരലല്ലേ ഈ പേരുകൾ, ശ്രീമതി ഭാഗ്യലക്ഷ്മി? അങ്ങനെ നിയമപരമായിട്ട് അത് പുറത്ത് വരാൻ പറ്റില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ. കാരണം അതിന് നമുക്ക് തെളിവ് വേണ്ടേ. ഇത് എന്നോ നടന്ന മാഡം തന്നെ, ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇത് എന്നോ നടന്ന ഒരു വിഷയമാണ് എന്ന്. ആ എന്നോ നടന്ന വിഷയത്തിന് അവരുടെ കയ്യിൽ തെളിവുകളില്ല. ആ തെളിവില്ലാതെ ഇത് പുറത്ത് ആരുടെയെങ്കിലും പേര് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് മാനനഷ്ട കേസിന് പോകാം, അവർക്കും വാദിക്കാൻ പറ്റും. വെറും ഒരു ആരോപണം മാത്രമാണിത്, അവർ തെളിയിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താവും? അതുകൊണ്ട് തന്നെ ഇതുവരെ നടന്നതിനൊന്നും ആരുടെ കയ്യിലും ഒരു തെളിവുമില്ല. പക്ഷേ ഇനി മുതൽ മുൻപോട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇതിനെല്ലാം പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളത്. പക്ഷേ എനിക്ക് വ്യക്തിപരമായി എനിക്കൊരു വലിയൊരു സന്തോഷമുള്ളത്, ഇത് എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. സ്ത്രീ എവിടെയുണ്ടോ, നമ്മളിപ്പോൾ കൽക്കട്ടയിലെ ഡോക്ടറുടെ വിഷയം എടുത്തു നോക്കുക, അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അവിടെ എല്ലാം ഇത് നടക്കുന്നുണ്ട്. പക്ഷെ സിനിമയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതും ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു മേഖല. അങ്ങനെയുള്ള ഒരു മേഖലയിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ വാർത്തയാവുകയും ആളുകൾ കൂടുതൽ അത് ശ്രദ്ധിക്കുകയും ചെയ്യും. പക്ഷേ സിനിമ ഇൻഡസ്ട്രിയിൽ പല ഭാഷകളിലും പല സംസ്ഥാനത്തും സിനിമാ മേഖലയിൽ ഇതുപോലെയോ അല്ലെങ്കിൽ ഇപ്പം ഈ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ ഇതിന് മുകളിലോ ഉള്ള പല വിഷയങ്ങളും അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരോടൊപ്പം സമൂഹം നിൽക്കുന്നില്ല, അവരോടൊപ്പം മാധ്യമങ്ങൾ നിൽക്കുന്നില്ല, അവരോടൊപ്പം സർക്കാരുകളുമില്ല. പക്ഷേ കേരളത്തിൽ മാധ്യമങ്ങൾ ഇന്നിപ്പോൾ തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട് പുറത്ത് വിട്ടേ പറ്റൂ എന്നൊരു പിടിവാശി കാണിച്ചത് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ തന്നെയാണ്. അതിൻ്റെ പിന്നിലുള്ളത് എന്തുമാവട്ടെ, പലരും പല കാര്യങ്ങൾ അതെന്തുമാവട്ടെ, മാധ്യമങ്ങളുടെ ഒരു ആവശ്യപ്രകാരമാണ് റിപ്പോർട്ട് ഇപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് പുറത്തു വന്നത്. നമുക്ക് വളരെ ശക്തമായിട്ട് സർക്കാർ ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി ഉണ്ടാക്കി 62 സ്ത്രീകളെ അവിടെ ചെന്നിട്ട് മൊഴി കൊടുത്തിട്ടുള്ളൂ. മലയാള സിനിമയിലെ എല്ലാ സ്ത്രീകളെയും വിളിച്ച് മൊഴി എടുത്തിട്ടില്ല. എങ്കിലും ആ 62 സ്ത്രീകളുടെ മൊഴികളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഇതിൽ ഒരുപാട് പുരുഷന്മാരും മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേറെ ഒരു സംസ്ഥാനം ഈ മേഖലയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ മാനസികമായും സാമ്പത്തികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു 1,06,00,000 രൂപ മുടക്കി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നിട്ടും സിനിമാ രംഗം അതിനോട് ഒരു നീതി പുലർത്താതെ അതിനെ അവഗണിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും സ്ത്രീകളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ശരിയാണ്. വാട്ട് നെക്സ്റ്റ് എന്ന ചോദ്യം അതിൽ പ്രധാനവുമാണ്. ആദ്യപ്രവർത്തക ധന്യരായിരുന്നു തന്നെ ഇവിടെ ധന്യ നേരത്തെ റിമാർക്ക് അല്ലെങ്കിലുമായി ബീന പോളുമായി നടത്തിയ അഭിമുഖം ഞാൻ കണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഭാഗ്യലക്ഷ്മി പറയുന്നത് പോലെ എല്ലാ തൊഴിൽ മേഖലയിലും ഉണ്ടാകുമെന്ന് ഏറിയും കുറഞ്ഞുമൊക്കെ ഈ സംഭവം. പക്ഷേ ഈ 62 സ്ത്രീകളുടെ മാത്രം മൊഴിയെടുത്ത് റിപ്പോർട്ട് വായിക്കുമ്പോൾ ഇത്രത്തോളം വ്യവസ്ഥാപിതമായി സിസ്റ്റമാറ്റിക്കായി സ്ഥാപനവൽക്കരിക്കപ്പെട്ട പോലെയുള്ള ഒരു സ്ത്രീ വിരുദ്ധതയും സെക്ഷൽ അസോൾട്ടും മറ്റേതെങ്കിലും മേഖല ഉണ്ടോ എന്ന കാര്യം സത്യമായും എനിക്ക് സംശയമുണ്ട്. ധന്യ ഇതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ തിരിച്ചടികൾ ഏറ്റുവാങ്ങി, അതിൻ്റെ അവസര നഷ്ടങ്ങളുണ്ടായി, അതിൻ്റെ കയ്പുനീര് അനുഭവിച്ച് ഇടക്കാലത്ത് ആ സംഘടനയിൽ തന്നെ ചിലർ ഒറ്റുകാരായിട്ട് പോലും അതിൽ ശക്തമായ ഭാഷയിൽ മുന്നോട്ടേക്ക് പോയി ഇത് പുറത്തു വന്നേ മതിയാകൂ എന്ന ആ നടപടി, ധീരമായ നടപടി സ്വീകരിച്ച WCC ഈ കാര്യത്തിൽ ഈ രാത്രി അഭിവാദ്യം അർഹിക്കുന്നില്ലേ ധന്യ? തീർച്ചയായും അഭിവാദ്യം അറിയിക്കുന്നത് മാത്രമല്ല, അവരെല്ലാവരും തന്നെ പറയുന്നത് ഇതൊരു തുടക്കം മാത്രമാണ്. അതായത് ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നുവെങ്കിൽ ഇപ്പൊ ഇന്ന് പല റിയാക്ഷൻസും ഞാൻ കണ്ടത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്നാണ് പലരും പറയുന്നത്. അത് ഇത്രയൊക്കെ ഉള്ളൂ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തുടർന്നു പോകാൻ നമ്മൾ അനുവദിച്ചത് ആസ് സൊസൈറ്റി, ആസ് എൻ ഇൻഡസ്ട്രി? പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ റിപ്പോർട്ടിന്റെ ഈ കമ്മിറ്റിയുടെ മുൻപിൽ ഡിപ്പോസ് ചെയ്ത ചില മെൻ എന്നാണ് പറയുന്നത്, ചില ആണുങ്ങൾ ഇത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ മാത്രം പ്രശ്നമല്ല, മറ്റു പല ഇൻഡസ്ട്രികളിലും സെക്ഷൽ ഹാരസ്മെന്റും അസോൾട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് മലയാളം ഇൻഡസ്ട്രി യുണീക്ക് അല്ല എന്ന് അവർ ഈ കമ്മിറ്റിയോട് പറഞ്ഞുവെന്നും ഈ കമ്മിറ്റി കണ്ടുപിടിച്ചു അത് സത്യമല്ല, മറ്റു ഇൻഡസ്ട്രികളിൽ ഇല്ലാത്ത തരം ഒരു സെക്ഷൽ അസോൾട്ടും സേഫ്റ്റി ഇഷ്യൂസ് ആണ് മലയാളം സിനിമയിലെ സ്ത്രീകൾ നേരിടുന്നതെന്നാണ് ഈ കമ്മിറ്റി കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് മുൻപിൽ പല ചോദ്യങ്ങളുണ്ട് ഹാഷ്മി. ഒന്ന്, പലരും അതായത് ആൾക്കാരെ നെയിം ചെയ്തിട്ടുണ്ട്, അവരെ സെക്ഷലി അസോൾട്ട് ചെയ്തായിട്ട് നെയിം ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമോ എന്നത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം,
ഈ റിപ്പോർട്ടിൽ പല പ്രാവശ്യം ഗേൾസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഗേൾ/വിമൻ എന്ന്. അതായത് പ്രായപൂർത്തിയാക്കാതെ മൈനേഴ്സ് പോലും ഈ കമ്മിറ്റിയുടെ മുമ്പിൽ സംസാരിച്ചിട്ടുണ്ട്, അവർക്കെതിരെ സെക്ഷൽ അസോൾട്ട് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. അതാണ് ഈ കമ്മിറ്റി സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ലളിത കുമാരി കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചൊക്കെ അനുസരിച്ച് ഇതൊരു കോഗ്നിസബിൾ ഒഫൻസ് ആണ്, എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല. ഇപ്പൊ WCC മെമ്പേഴ്സ് പറയുന്നതിലും കാര്യമുണ്ട്. അതായത് ഇപ്പൊ ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ ഇത് പണ്ട് നടന്ന കാര്യങ്ങളാണ്, ഇതെല്ലാം ഒരു പോലീസ് കേസ് ആക്കണം എന്ന് അവർ പോയതല്ല ഈ കമ്മിറ്റിയുടെ മുൻപാകെ. പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകണം. അതായത് ഇതൊരു കൾച്ചറാണ്, ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു കൾച്ചർ മാറണം എന്നൊരു ഇതുകൊണ്ടാണ് അവർ ഈ കമ്മിറ്റിയുടെ മുമ്പിൽ പോയത്. പക്ഷെ എനിക്കറിയേണ്ടത് ഈ മൈനേഴ്സ് ആയ ആരെങ്കിലും ഈ കമ്മിറ്റിയുടെ മുമ്പിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് ജസ്റ്റിസ് ഹേമ ചെയ്തതെന്ന്. എക്സാക്ട്ലി. മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഈ ട്രിബ്യൂണൽ ഉണ്ടാക്കേണ്ടതിനെ കുറിച്ച് ട്രിബ്യൂണലിന്റെ ഏത് രീതിയിലാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നതിനെ കുറിച്ച് സിവിൽ പ്രിസൺ നൽകണം എന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ സർക്കാർ എന്ന നിലപാട് സ്വീകരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നിന്ന് പ്രധാനമാണ്. തിരികെത്താം. ബൈജു കൊട്ടാരക്കര, ഷമ്മി തെലറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഇങ്ങനെയാണ്: ഇപ്പോൾ ഒന്നാണ്, ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ, ചിരിക്കണ ചിരി കണ്ട എന്ന് പറഞ്ഞിട്ട് നല്ല വളരെ ഗംഭീരമായിട്ടുള്ള ഷമ്മി തിലകനോട് നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അത് ചില മധുരപ്രതികാരം മറുപടിയൊക്കെയാണ്. വിനയനും തിലകനും ഈ ക്ലിക്കിന്റെ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിന്റെ ഇരയാണെങ്കിൽ അതിന്റെ ഇരയാണ് ബൈജു കൊട്ടാരക്കര, അല്ലേ? അതെ, തീർച്ചയായിട്ടും ഞാനും അതിന്റെ ഇരയാണ്. ആഷ്മി, പറയൂ. എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഭാഗ്യലക്ഷ്മി പറഞ്ഞതിനകത്ത് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം. ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ഇതുവരെ ഉള്ളത് പോട്ടെ, അത് കണക്ക് കൂട്ടണ്ട, ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. നാളെ രാവിലെ കേരള പോലീസ് പറയണം ഇത്രയും കാലം കേരളത്തിലുണ്ടായ ബലാത്സംഗ കേസുകളും കൊലപാതക കേസുകളും എല്ലാം എഴുതി തള്ളിയിരിക്കുന്നു, ഇനി കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും കേരളത്തിൽ ഉണ്ടാകാതിരിക്കണം എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. അത് ഭാഗ്യലക്ഷ്മി പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ഭാഗ്യലക്ഷ്മിക്ക് ചിലപ്പോൾ പരിചയമുള്ള ആളുകളോ അല്ലെങ്കിൽ ബന്ധമുള്ള ആളുകളോ ഒക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ഭയം ഉണ്ടാകും. 2019 കൊടുത്ത റിപ്പോർട്ട് ഇത്രയും കാലം സാംസ്കാരിക വകുപ്പിന്റെ പെട്ടിയിലിരുന്നപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ റിപ്പോർട്ട് അവിടുന്ന് ചോർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഈ ചോർന്ന റിപ്പോർട്ടാണ് ഇതിലെ പ്രതികളായിട്ട് വന്ന ആളുകൾ, ഈ 15 പേർ, അവരുടെ കൈകളിൽ ഇത് എത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ടായിരിക്കാം അവർ ഇതിനെ എതിർക്കാൻ തയ്യാറായതും. ഒരു മണിക്കൂറിന് ഏതാണ്ട് 25 ലക്ഷം രൂപയോളം വാങ്ങി കേസ് വാദിക്കുന്ന മുഗൾ റോത്തഗിയെ പോലും ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് പിന്നെ ഓൺലൈൻ വഴി ഇവിടെ കേസ് വാദിപ്പിക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ നിസാരക്കാരാണെന്ന് ആഷ്മിക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതിന്റെ പിന്നിലുള്ളത് ഈ വമ്പന്മാർ തന്നെയാണ്. അത് പുറത്തു വരിക തന്നെ വേണം, യാതൊരു സംശയമില്ല. പുറത്തു വരണം എന്നുള്ളതിൽ, പുറത്തു വരണ്ട എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് അത് പുറത്തു തന്നെ വന്നിരിക്കണം അവരുടെ പേര് വിവരങ്ങൾ. ഇപ്പൊ തന്നെ ചോദിച്ചു ഇതിനകത്ത് മാക്ട പൊളിച്ചതാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാക്ട അന്ന് പൊളിച്ചത് ദിലീപാണെന്ന് ഞാനും വിനയനും തിലകൻ ചേട്ടനും ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് തുറന്നു പറഞ്ഞതാണ്. ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയാണ് ആ മാക്ട അന്ന് പൊളിച്ചു കളഞ്ഞത്. ഒന്നത്. രണ്ടെന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഇതിനകത്ത് ഓരോ സംഭവങ്ങൾ പറയുമ്പോഴും 17 പ്രാവശ്യം ഒരു പെൺകുട്ടിയെ വെച്ച് ടേക്ക് എടുത്തു എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ എനിക്കറിയാം ലൊക്കേഷൻ ഏതാണെന്ന്. അപ്പോൾ ആ നടന്റെ പേര് എനിക്കറിയാമല്ലോ. ഇതേപോലെ കഥകിന് മുട്ടിയ പല ആളുകളുടെ പേരുകൾ, ലൊക്കേഷനിൽ നിന്ന് കിട്ടിയ പേരുകൾ, പക്ഷെ ആ പേരുകളൊന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ പോലും കേസെടുക്കുന്ന കേരള പോലീസ്, അല്ലെങ്കിൽ 25 വർഷത്തിന് മുമ്പ് എന്നെ നോക്കിപ്പോയി ഞോണ്ടിപ്പോയി എന്ന് പറഞ്ഞ് കേസെടുക്കുന്ന കേരള പോലീസ് എന്തുകൊണ്ടാണ് വനിതാ കമ്മീഷൻ? കേരള പോലീസ് ഇടപെടണമെങ്കിൽ സർക്കാർ സംവിധാനമാണ് അനങ്ങണം. 4 വർഷം പൂഴ്ത്തിവെച്ച് എന്തിനാണെന്ന് ചോദ്യത്തിന് മറുപടി ഇല്ലാത്ത സർക്കാർ സംവിധാനം ഇനിയുള്ള ദിവസങ്ങൾ അനങ്ങുമോ എന്നത് പ്രധാനമായി കാണണം. ഞാൻ ചർച്ചക്കിടയിൽ ഉപയോഗിക്കരുതാത്തൊരു വാക്ക് ഉപയോഗിച്ചു. എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ അതിന് ക്ഷമ പറയുകയാണ്. ഉള്ളിൽ ധാർമ്മിക രോഷം വരുമ്പോൾ ആ വാക്ക് പുറത്തുവന്ന് പോയതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചാൽ അത് 233 പേജ് എനിക്ക് മുഴുവൻ വായിക്കാൻ കഴിഞ്ഞില്ല. വായിച്ചിടത്തോളം രക്തം മരച്ചു പോകുന്ന ക്രൂരതയെപ്പറ്റി, സ്ത്രീ വിരുദ്ധതയെപ്പറ്റി, അങ്ങേയറ്റത്തെ മനുഷ്യത്വ ലംഘനങ്ങളെപ്പറ്റി അതിൽ പറയുന്നുണ്ട്. അതിൽ സർക്കാർ നടപടിയെടുക്കുന്നത് പ്രധാനമാണ്. അതിനോടൊപ്പം തന്നെ അവസരം തേടുമ്പോൾ നിന്റെ ശരീരം വേണമെന്ന് പറയുന്ന സംവിധായകനാവട്ടെ, അതേതെങ്കിലും നടനാവട്ടെ, ചെവിക്കല്ല് അടിച്ചു പറിക്കാനുള്ള ധൈര്യം ഈ റിപ്പോർട്ടിലൂടെ നമ്മുടെ യുവനടിമാർ കിട്ടുമെങ്കിൽ അത്രയും നല്ല കാര്യം. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.